Ash. നമ്മളൊരു പഠനം നടത്തി നോക്കുക. ഇപ്പോ MDMA കൈവശം വെച്ചതിന്, കഞ്ചാവ് കടത്തിയതിന് ഒക്കെ പിടിക്കപ്പെട്ട ആളുകളെ പരിശോധിച്ചാൽ അവരെല്ലാവരും മദ്രസകളിൽ പോയിട്ടുണ്ട്. സത്യത്തിൽ ഏറ്റവും അധികം ധാർമ്മികമായി മുന്നിൽ നിൽക്കേണ്ടത് മുസ്ലിങ്ങളാണ്. കാരണം മുസ്ലിങ്ങളെപ്പോലെ മതവിദ്യാഭ്യാസം, മതപഠനം, ധാർമ്മിക പഠനം കിട്ടുന്ന മറ്റൊരു വിഭാഗം ഈ രാജ്യത്തില്ല. ഹിന്ദു കുട്ടികൾക്ക് ഒരു തരത്തിലുള്ള മതവിദ്യാഭ്യാസവും അവരുടെ ചെറുപ്പകാലത്ത് കിട്ടുന്നില്ല. അവരോട് ആരാണ് പറഞ്ഞു കൊടുക്കുന്നത്, നിങ്ങൾ കളവ് നടത്തരുത്, നിങ്ങൾ മദ്യപിക്കരുത്, നിങ്ങൾ ഇത്തരത്തിലുള്ള ലഹരി സാധനങ്ങൾ കൊണ്ടു നടക്കരുത് എന്ന് അവർക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു പുരോഹിതനിൽ നിന്ന് കേൾക്കാൻ കഴിയുന്നില്ല, കഴിഞ്ഞിട്ടുമില്ല. അങ്ങനെ ഒരു മദ്രസയിലോ ഒരു ക്ഷേത്ര പാഠശാലയിലോ പോകാത്ത സഹോദര സമുദായങ്ങൾ പുലർത്തുന്ന ആ ഒരു ധാർമ്മിക ബോധം പോലും മദ്രസയിൽ പോകുന്നു എന്ന് പറയപ്പെടുന്ന മുസ്ലിം സമുദായത്തിൽ നിന്ന് ഉണ്ടാകുന്നില്ല എങ്കിൽ അതെന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് പരിശോധിക്കാൻ. ഞാൻ 10-12 വർഷക്കാലം ഒരു കോളേജിലെ അധ്യാപകനായിരുന്നു. എനിക്കറിയാം ഇവിടെ അധ്യാപകന്മാരുണ്ടാകും. നമുക്ക് സത്യസന്ധമായി നമ്മളുടെ നെഞ്ചത്ത് കൈവച്ചു പറയാൻ സാധിക്കും, അച്ചടക്കത്തിന്റെ കാര്യത്തിൽ, അധ്യാപകരെ ബഹുമാനിക്കുന്ന കാര്യത്തിൽ മുസ്ലിം കുട്ടികളാണോ? ഇതൊക്കെ മുസ്ലിം കുട്ടികൾക്ക് പാഠശാല മദ്രസകളിൽ നിന്ന് നൽകപ്പെടുന്നുണ്ട്, പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അവരെ. പക്ഷെ അവരാണോ ഇതൊന്നും ചെറുപ്പകാലത്ത് ആരും പറഞ്ഞു കൊടുക്കാത്ത മറ്റു സമുദായങ്ങളിൽ പെടുന്ന കുട്ടികളാണോ കൂടുതൽ അച്ചടക്കമുള്ളവരായി, അമറുള്ളവരായി കോളേജുകളിൽ, സ്കൂളുകളിൽ നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളിൽ ഉള്ളത്? എന്തോ ഒരു വലിയ തകരാറ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനെ വേണ്ട വിധം നമ്മളെല്ലാവരും ഒരുമിച്ച് നേരിട്ടില്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതം വളരെ വലുതാണ്. ആ കാര്യത്തിൽ എല്ലാവരും ഒരു ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട്. പണത്തോടുള്ള ആർത്തിയാണ്, മോഹമാണ് ഇതിനൊക്കെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് MDMA കടത്തുന്നത്? എന്തിനാണ് ലഹരി വസ്തുക്കൾ കടത്തുന്നത്? അതവര് വിൽപ്പന നടത്തുന്നതും അതിന്റെ കാരിയർമാരാകുന്നതും പണം കിട്ടാൻ വേണ്ടിയാണ്. സ്വർണം പണം കിട്ടാൻ വേണ്ടി നമ്മൾ കൊണ്ടുവരുന്നു, ലഹരി വസ്തുക്കൾ പണം കിട്ടാൻ വേണ്ടി നമ്മൾ കടത്തുന്നു. അങ്ങനെ ഇതൊന്നും ഒരു തെറ്റല്ലാത്ത കാര്യമാണ് എന്ന രീതിയിലാണ് പൊതു മുസ്ലിം സമൂഹം കരുതുന്നതും വിശ്വസിക്കുന്നതും. അക്കാര്യത്തിൽ ശരിക്കും ഒരു ഇടപെടൽ മതസംഘടനകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. വെള്ളിയാഴ്ച ഖുതുബകളിൽ പറഞ്ഞു കൊടുക്കേണ്ടത് പുതിയ കാലത്ത് ഈ കാര്യങ്ങളെക്കുറിച്ചാണ്. ധനത്തോടുള്ള ആർത്തി അവസാനിപ്പിക്കുക, പണത്തോടുള്ള മോഹം ഇല്ലാതാക്കുക. അത് മാത്രമാണ് ഇതൊക്കെ തടയാനുള്ള ആത്യന്തികമായിട്ടുള്ള വഴി എന്ന് പറയുന്നത്. നമ്മൾ ഓരോരുത്തരും നമുക്ക് കഴിയുന്നത് പോലെ മാതൃകകളാകാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ചെറുപ്പക്കാർക്ക്, ആളുകൾക്ക് ഒന്നും ആരെയും വിശ്വാസമില്ലാത്ത സ്ഥിതിയാണ്. ആരെ വിശ്വസിക്കും അവര്? കാരണം ഇതൊക്കെ പറയുന്ന അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കേണ്ട ആളുകൾ തന്നെ വളരെ മോശമായിട്ടുള്ള ജീവിത രീതികൾ അവലംബിക്കുന്നു. നമസ്കാരം, പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. സ്വർണ്ണക്കടത്തും ഹവാലയും മതനിഷിദ്ധമാണെന്ന് പാണക്കാട് തങ്ങൾ മതവിധി പുറപ്പെടുവിക്കണമെന്ന് നേരത്തെ പറഞ്ഞ KT ജലീൽ ഇപ്പോൾ ഒരു പടി കൂടി കടത്തി പറഞ്ഞിരിക്കുന്നു. മയക്കുമരുന്ന് കടത്തിയതിന് പിടിക്കപ്പെടുന്നവരെ നോക്കിയാൽ മദ്രസകളിൽ പോയിട്ടുള്ള മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണെന്ന് ജലീൽ. ഹിന്ദുമതക്കാർക്ക് കിട്ടുന്നതിനേക്കാൾ മതപഠനം കിട്ടിയിട്ടുള്ള മുസ്ലിം വിഭാഗം എന്തുകൊണ്ട് ലഹരിക്കടത്തും സ്വർണ്ണക്കടത്തും അധാർമികമെന്ന് കരുതാത്തതെന്ന ജലീലിന്റെ ചോദ്യം മതപണ്ഡിതന്മാർക്ക് നേരെ കൂടിയാണ്. അധാർമികമെന്ന് കരുതാത്തതിനാൽ ലഹരിക്കടത്തിലേക്ക് സമുദായാംഗങ്ങൾ തിരിയുന്നതിലെ ജലീലിന്റെ ആശങ്ക പൊതുസമൂഹവും ചർച്ച ചെയ്യണമെന്ന ഉദ്ദേശ്യത്തിലാണ്. മയക്കുമരുന്ന് കച്ചവടത്തെ മതവുമായി കൂട്ടിക്കെട്ടുന്നതിൽ സത്യമുണ്ടോ? ലഹരി കച്ചവടവും ഹവാലയും സ്വർണ്ണക്കടത്തും തീവ്രവാദവുമായി കെട്ടുപിണഞ്ഞു കിടക്കുമ്പോൾ സ്വന്തം സമുദായത്തെ പ്രതിരോധത്തിലാക്കുന്ന ജലീൽ പറഞ്ഞതിൽ സത്യമുണ്ടോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും.
പ്രൈം ഡിബേറ്റിൽ യൂത്ത് ലീഗ് നേതാവ് ശ്രീ CK ഷാക്കിർ, BJP നേതാവ് ശ്രീ TP ജയചന്ദ്രൻ, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ഫക്രുദ്ദീൻ അലി, സമസ്തയെ പ്രതിനിധീകരിച്ച് ശ്രീ മുസ്തഫ മുണ്ടുപാറ എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ CK ഷാക്കിർ, എങ്ങനെയാണ് ജലീലിന്റെ ഈ പരാമർശത്തെ ലീഗ് കാണുന്നത്? ഇവിടെ ഞാൻ നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞത് അതുകൊണ്ടാണ്. മുൻപ് ഈ സ്വർണ്ണക്കടത്തിനെയും ഹവാലയെയും കുറിച്ച് പറഞ്ഞ സമയത്ത് ജലീൽ പറഞ്ഞതാണ്, ഇത് മതനിഷിദ്ധമാണ് എന്ന് കരുതാത്തവരാണ് ഇത് ചെയ്യുന്നത്, അത് പൊതുവെ മുസ്ലിം സമുദായത്തിൽ ഉള്ളതാണ് എന്ന്. അതിനെതിരെ പാണക്കാട് തങ്ങൾ മതവിധി പുറപ്പെടുവിക്കണം എന്ന് വരെ അന്ന് ജലീൽ പറഞ്ഞതാണ്. പിന്നീട് അതിൽ ചില തിരുത്തലുകളൊക്കെ അദ്ദേഹം വരുത്തിയതാണ്. അദ്ദേഹത്തിനെതിരെ ലീഗ് രംഗത്ത് വരികയും ചെയ്തതാണ്. ഇപ്പോൾ ഈ ലഹരിയുടെ വ്യാപനമാണല്ലോ സമൂഹത്തിൽ നടക്കുന്നത്. അതിന്റെ തെളിവുകൾ ഓരോ ദിവസവും വരുന്നു, കൂടുതൽ ആളുകൾ പിടിക്കപ്പെടുന്നു. അപ്പോൾ അതിൽ അങ്ങോട്ട് നോക്കുമ്പോൾ, ആ പിടിക്കപ്പെടുന്നവരെ നോക്കുമ്പോൾ അതിലേറിയ പങ്കും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണെന്ന് ജലീൽ പറയുകയാണ്. അതിലും മദ്രസ പഠനം നേടിയവരാണ് ഭൂരിഭാഗവും എന്ന് പറയുകയാണ്. ഇതിനോട് യോജിപ്പുണ്ടോ ലീഗിന്? അല്ല, ഇതൊരു രാഷ്ട്രീയ വിഷയമല്ല. മറിച്ച് ഇപ്പൊ KT ജലീൽ LDF സർക്കാരിന് പ്രതിസന്ധി വരുമ്പോൾ, CPM-ന് പ്രതിസന്ധി വരുമ്പോൾ എപ്പോഴും ചർച്ച വഴിതിരിച്ചു വിടാൻ മിടുക്കനായ ഒരാളാണ് അദ്ദേഹം എന്നാണ് അദ്ദേഹത്തിന് വെപ്പ്. പക്ഷേ സെൽഫ് ഗോൾ അടിക്കുന്ന പണിയാണ് അദ്ദേഹം പലപ്പോഴും എടുക്കുന്നത്. ഇപ്പൊ KT ജലീൽ നമുക്കറിയാം, അദ്ദേഹം പറഞ്ഞിട്ടുള്ള പരാമർശങ്ങളെ വസ്തുതാപരമായി നമുക്ക് വേണമെങ്കിൽ പരിശോധിക്കാം. ആ വസ്തുതാപരമായി പരിശോധിക്കുമ്പോൾ ഇന്നലെ ഏറ്റവും ഒടുവിൽ കേരളത്തിൽ കഞ്ചാവ് പിടികൂടിയത് കളമശ്ശേരിയിലെ പോളിടെക്നിക് കോളേജിൽ നിന്നാണ്. അവിടെ SFIയുടെ യൂണിയൻ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളാണ് പിടിക്കപ്പെട്ടിട്ടുള്ളത്. അവരുടെ പേര് നോക്കി നമ്മൾ അവരുടെ മതം തിരയുന്നില്ല. എന്തായാലും അവർ മുസ്ലിം നാമധാരികളല്ല, ഇസ്ലാം മത വിശ്വാസികളുമല്ല, SFI നേതാക്കളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഓരോന്നോരോന്ന് നിങ്ങൾ എടുത്ത് പരിശോധിക്കുക. പിന്നെ ഞാൻ ഏറ്റവും പുതിയ കണക്ക് ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടി കേരള എക്സൈസ് വകുപ്പിന്റെ കണക്കൊന്ന് പരിശോധിച്ചു. ഈ മാർച്ച് 2 മുതൽ അവർ തുടങ്ങിയിട്ടുള്ള കേരള ക്ലീൻ സ്റ്റേറ്റ് എന്നുള്ള ഒരു പദ്ധതിയുണ്ട്. കേരള പോലീസും എക്സൈസും അതുപോലെ തന്നെ മോട്ടോർ വാഹന വകുപ്പും എല്ലാം കൂടി നടത്തുന്ന ഒരു പരിശോധനയാണ്. ആ പരിശോധനയിൽ 570 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, കേസെടുത്തിട്ടുണ്ട്. ആ കേസെടുത്തവരിൽ 10% പോലും അല്ലെങ്കിൽ 100 പേര് പോലും മുസ്ലിം നാമധാരികളില്ല. അങ്ങനെ അത് ഞാൻ ഇവിടെ മതം തിരിച്ച് പറയുന്ന അറിയാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ നിങ്ങൾ പരാമർശിച്ചുകൊണ്ട് ഈ വസ്തുത നമ്മൾ ജനങ്ങളെ അറിയിക്കണ്ടേ? ജലീൽ പറഞ്ഞ കള്ളത്തരങ്ങൾ നമ്മൾ ആളുകളോട് വിളിച്ചു പറയണ്ടേ? അത് ഗവൺമെന്റ്, കേരള ഗവൺമെന്റ് പുറത്തുവിട്ടിട്ടുള്ള അവരുടെ സൈറ്റ് പരിശോധിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും. എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഈ 570 ആളുകളിൽ 100 ആള് പോലും മുസ്ലിം നാമധാരികളില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞിട്ടുള്ള സ്വർണ്ണക്കടത്ത് ഇപ്പോ അടുത്ത കാലത്ത് നമ്മുടെ കേരളക്കരയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ കേസ്, അതിലെ പ്രതിയാണ് യഥാർത്ഥത്തിൽ എന്ന് ആരോപിക്കുന്നയാളാണ് KT ജലീൽ. അദ്ദേഹം പിണറായി വിജയനും അദ്ദേഹമൊക്കെ സ്വർണ്ണക്കടത്ത് കേസിൽ ആരോപണ വിധേയരായത്, വിവിധ അന്വേഷണ ഏജൻസിക്ക് മുമ്പിൽ പാത്തും പതുങ്ങിയും പത്രക്കാരെ പോലും മറച്ചു വെച്ച് പോയത്, അതൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ജലീൽ പറയുന്നുണ്ട്, ഇവിടെ അതേ സമുദായത്തിൽപ്പെട്ട ആൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വർഗീയത എന്ന് പറഞ്ഞ് ആക്ഷേപിക്കാൻ കഴിയുകയില്ല. മറ്റൊരു സമുദായത്തിൽപ്പെട്ടയാൾക്ക് ഇതേപോലെ സംസാരിക്കുവാൻ കഴിയില്ല. ജലീൽ പറയുന്ന പോലെ പറയാൻ കഴിയുകയില്ല. ജലീൽ ഇപ്പോൾ സ്വന്തം സമുദായത്തെ കുറിച്ച് ഇങ്ങനെ കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ ആഗോള പ്രശ്നമായി എടുത്താൽ മതി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഒരു വസ്തുതയും ഇല്ലാതെ അദ്ദേഹം ഇക്കാര്യങ്ങൾ പറയുമോ? അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന് അതിന് പിന്നിൽ ചില ഗൂഢലക്ഷ്യങ്ങൾ കാണാം, ചില ഗൂഢലക്ഷ്യങ്ങൾ അതിനകത്ത് ഉണ്ടാവും. അതെന്താണെന്നാണ് ലീഗ് സംശയിക്കുന്നത്. അല്ല, ഇതിനേക്കാൾ വലിയ രീതിയിൽ ലീഗ് എതിർത്തതാണല്ലോ അന്ന് KT ജലീലിനെ. മതവിധി പുറപ്പെടുവിക്കണം പാണക്കാട് തങ്ങളെന്ന് ജലീൽ പറഞ്ഞപ്പോൾ. അല്ല, ജലീൽ പറഞ്ഞതിന് മറുപടി പറയുന്ന പണിയില്ല ലീഗിന്റെ നേതാക്കന്മാർക്ക്. മലപ്പുറത്തെ മോശമാക്കി പറയുന്നു എന്ന രീതിയിൽ നേരത്തെ ആ സമയത്ത് ലീഗ് ആ പാർട്ടി അല്ല മഞ്ജുഷ, ഞാൻ പറയട്ടെ, ഒരു മിനിറ്റ് പറയാൻ സമ്മതിക്കും പ്ലീസ്. ഇപ്പൊ നമ്മൾ വസ്തുത പരിശോധിക്കാം. ഈ ചർച്ച കൊണ്ട് ഇത് കേൾക്കുന്ന ആളുകൾക്ക് വല്ല പ്രയോജനം വേണ്ടേ? മഞ്ജുഷ, ഞാൻ പറയട്ടെ. പറഞ്ഞോളൂ ഷാക്കിർ. അതെ, അതായത് ഇപ്പൊ നമ്മൾ ഏത് കണക്കെടുത്താലും അദ്ദേഹം എന്ത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ പറയുന്നത് മനസ്സിലാവുന്നില്ല. അദ്ദേഹം യഥാർത്ഥത്തിൽ മദ്രസയിൽ പഠിച്ച ആളാണല്ലോ. എന്നാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കള്ള് ബാറ് അനുവദിച്ചത് 29 ബാർ ഉണ്ടായിരുന്ന കേരളത്തിൽ 1000-ലധികം ബാറായി. ആ KT ജലീൽ MLA ആയ KT ജലീൽ പിന്തുണയ്ക്കുക ഇടതുപക്ഷമല്ലേ ഈ രീതിയിൽ കേരളത്തെ ആക്കിയിട്ടുള്ളത്? അദ്ദേഹം മദ്രസയിൽ പഠിച്ചതിന്റെ കുഴപ്പമാണോ?
അല്ല, കെ ടി ജലീൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ രീതിയിൽ മോശമായി ചിന്തിക്കുമ്പോൾ, മോശമായി പ്രവർത്തിക്കുമ്പോൾ, മോശമായി സംസാരിക്കുമ്പോൾ അതിന്റെ പാപഭാരം എന്തിനാണ് ഏതെങ്കിലും മദ്രസയുടെ പിറകിലോ അല്ലെങ്കിൽ സമുദായത്തിന്റെ പിറകിലോ കൊണ്ടുപോയിരിക്കുന്നത്? നിങ്ങൾ നോക്ക്, റിയാസിന്റെ പേരെന്താണ്, എ റഹീമിന്റെ പേരെന്താണ്, അതുപോലെ തന്നെ ഷംസീർ ആരാണ്? അങ്ങനെ പേര് നോക്കിയിട്ടാണ്. നിങ്ങൾ അതിനപ്പുറത്തേക്ക് കുറച്ചുകൂടെ പോകാം. നമ്മൾ കേരളക്കരയിൽ ഏറ്റവും കൂടുതൽ കൊലപാതകം നടത്തിയ സ്ത്രീയുടെ പേര് നിങ്ങൾക്കറിയോ? ജോളി ജോസഫ് എന്നാണ്. ആരെങ്കിലും അവരെ ആ മതത്തെ അധിക്ഷേപിച്ചോ? അവരുടെ പഠനത്തിന്റെ കുഴപ്പമാണെന്ന് മനസ്സിലാക്കിയോ? വെറും +2 യോഗ്യത മാത്രമുള്ള അവര് പിന്നെ എന്താ പറയാ, വലിയ കോളേജിൽ പ്രൊഫസറാണ് എന്നുള്ള വ്യാജേന നടന്നത് നമുക്കറിയില്ലേ? അതുപോലെ ഡാനിയൽ മാർട്ടിന് കേരളത്തിലെ ഏറ്റവും വലിയ പിന്നെ കളമശ്ശേരി ബോംബ് സ്ഫോടനം, ആരാണ് ഡാനിയൽ മാർട്ടിന്? ഇസ്ലാമത വിശ്വാസിയാണോ? എന്തിനാ നിങ്ങൾ ഇതിനൊക്കെ മതത്തിന്റെ പേര് കിട്ടുന്നത്? ജലീലിനെ പോലുള്ള ഒരാൾ പറഞ്ഞപ്പോഴാണ് ഇത് വളരെയധികം ചർച്ചയാവുകയാണ്. സാമൂഹ്യ മാധ്യമങ്ങൾ തുറന്നു കഴിഞ്ഞാൽ ഇതാണ് പ്രധാനപ്പെട്ട വാർത്ത. അല്ല, ജലീൽ എന്ന് പറയുന്ന മുൻ മന്ത്രിയാണ്, കേരളത്തിലെ ഒരു MLA ആണ്. അദ്ദേഹത്തിന്റേതായ സ്പേസ് ഉണ്ട്. ശ്രമമാണ് ജലീൽ നടത്തുന്നത്. അതെ, നിങ്ങളെപ്പോഴും ജലീലിനെ എതിർക്കുന്ന ആളുകളാണല്ലോ ലീഗ് എന്ന് പറയുന്നത്. CPM ലുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ട്. മഞ്ജുഷേ, ജലീലിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ സ്പേസ് ഉണ്ട്. എന്നാൽ മുസ്ലിംകൾക്കിടയിലോ അല്ലെങ്കിൽ ഇസ്ലാം മത വിശ്വാസികൾക്കിടയിലോ ജലീലിന് സ്പേസിൽ എന്തുകൊണ്ടില്ല? ജലീൽ ഈ ജാതി വർത്തമാനം പറയുന്നത് കൊണ്ടാണ്. സത്യമല്ല ജലീൽ പറഞ്ഞതെന്നാണ് ശ്രീ CK ഷാക്കിർ പറയുന്നത്. കള്ള്, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന രാജ്യങ്ങളുടെ പേരറിയ നിങ്ങൾക്ക്? ഞാൻ അടുത്ത ബാക്കിയുള്ളവരും കൂടി ഉണ്ടല്ലോ. മുസ്തഫയുടെ മറുപടി കൂടി. മുസ്തഫ മുണ്ടുപാറ, മതപണ്ഡിതന്മാർക്ക് കൂടിയുള്ള ഒരു മുന്നറിയിപ്പ് രീതി, ഒരു വിമർശന രീതിയിലാണ് ജലീൽ സംസാരിച്ചത്. ഇതൊന്നും ഒരു തെറ്റേ അല്ല എന്ന് മുസ്ലിം സമുദായത്തിൽ വിശ്വാസമുണ്ട്, ഒരു തെറ്റിദ്ധാരണയുണ്ട്. അതുകൊണ്ട് അവരെ പറഞ്ഞു മനസ്സിലാക്കുവാനും മതപണ്ഡിതന്മാർക്ക് കഴിയുന്നില്ല എന്ന രീതിയിലാണ്. അതാണല്ലോ മദ്രസ പഠനത്തിന്റെ കുഴപ്പമാണോ എന്ന് ജലീൽ ആവർത്തിച്ച് ചോദിക്കുന്നത്. മുസ്തഫ യോജിക്കുന്നുണ്ടോ ജലീലിന്റെ ഈ വാദത്തോട്? ഈ വിഷയത്തിന്റെ കണ്ടന്റ് എന്താണ്, ഈ നമ്മൾ ചർച്ച ചെയ്യുന്നതിന്റെ വിഷയം എന്താണ് എന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ നോക്കി. ഇത് ഏതെങ്കിലും ഒരു മതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നമല്ല. ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗുരുതരമായ ഒരു പ്രതിസന്ധിയുടെ മുഖത്താണ് നമ്മൾ ഉള്ളത് എന്നത് യാഥാർത്ഥ്യം. അത് ഏതെങ്കിലും മതത്തിന്റെ പേര് വെച്ചുകൊണ്ട് ചർച്ച ചെയ്യപ്പെടേണ്ടതോ അല്ലെങ്കിൽ കണക്കുകൾ ഉദ്ധരിക്കേണ്ടതോ അല്ല. ഇത് നമ്മുടെ സമൂഹം നേരിടുന്ന വലിയൊരു വിപത്താണ്. അതിനെതിരെ സാധ്യമാകുന്ന വേദികളിലൊക്കെ ഉപയോഗപ്പെടുത്തി ബോധവൽക്കരണം നടത്തുക എന്നത് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ബാധ്യതയാണ്. അത് നമ്മുടെ കലാലയങ്ങൾ ഉപയോഗപ്പെടുത്തണം, നമ്മുടെ സംവാദങ്ങൾ ഉപയോഗപ്പെടുത്തണം, മറ്റ് മതപ്രഭാഷണങ്ങൾ ഉപയോഗപ്പെടുത്തണം. അതുപോലെ തന്നെ ബഹുമാന്യനായ KT ജലീൽ അദ്ദേഹം ഒരു ഇഫ്താറിന്റെ വേദിയിൽ മുസ്ലിം സംഘടന സംഘടിപ്പിച്ച ഇഫ്താറിന്റെ വേദിയിൽ പരാമർശിക്കപ്പെട്ട ഒരു കാര്യമാണിത്. അതിലൊരു മതത്തെ കൂട്ടിക്കൊടുക്കേണ്ട ആവശ്യമില്ല. അതായത് ഇൻഡോറായ ഒരു പരിപാടിയിൽ അക്കാര്യം സ്വന്തം മതത്തിലെ ആളുകളെ ബോധ്യപ്പെടുത്തുക എന്ന താല്പര്യത്തോടു കൂടിയായിരിക്കാം ബഹുമാന്യനായ ജലീൽ അത്തരമൊരു പരാമർശം നടത്തിയിട്ടുള്ളത്. കാരണം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മതപഠനത്തിനേറെ പ്രാധാന്യം നൽകുന്ന ഒരു സമുദായമാണ്. അതായത് 5 വയസ്സാകുന്ന സമയത്ത് തന്നെ മതവിദ്യാഭ്യാസത്തിന്റെ ആരംഭം കുറിക്കുന്നുണ്ട്. 1ാം ക്ലാസ്സിൽ മദ്രസയിൽ ചേർക്കുന്നു. തുടർന്നുകൊണ്ട് അവർക്ക് 10ഉം 12ഉം അത് തുടർന്നുള്ള പഠനങ്ങൾക്കും ഒക്കെയുള്ള എല്ലാ സംവിധാനം ഇന്ന് നമ്മുടെ കേരളത്തിൽ സവിശേഷമായ പ്രത്യേകതയായി നിലയ്ക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ മതപഠനം പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതിൽ 1% പോലും അത്തരമൊരു നീക്കം ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. 1% ഭാഗത്തു നിന്ന് പോലും അത്തരം നീക്കം ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ഇവിടെ കണക്കുകൾ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് നേരത്തെ ബഹുമാനിയുടെ സുഹൃത്ത് ഷാക്കിർ പറഞ്ഞതുപോലെ കണക്കുകൾ വെച്ച് പരിശോധിക്കുമ്പോൾ ഈ പറഞ്ഞ വലിയ ബഹളം വെക്കാൻ മാത്രം കാര്യങ്ങളില്ല. ഒരു സമുദായത്തെ വെച്ചുകൊണ്ട് വിഷയം ഗുരുതരമാണ്, പക്ഷെ ഒരു സമുദായത്തെ വെച്ചുകൊണ്ട് ഈ വിഷയത്തെ ഈ തരത്തിൽ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട സാഹചര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ജലീൽ പറഞ്ഞതുമായൊരു താല്പര്യത്തിലായിരിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് മതപരമായ വിദ്യാഭ്യാസത്തിന് വേണ്ടി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയെ ചെലവഴിക്കുകയും 1ാം ക്ലാസ് മുതൽ 5 വയസ്സാകുമ്പോൾ സമയം മുതൽ തന്നെ മതപഠനത്തിന് അവസരം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നത്. ഇത് തെറ്റാണെന്ന് പറയുന്നില്ല, പറഞ്ഞു പഠിപ്പിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ വാചകങ്ങൾ വ്യക്തമായിട്ട് താങ്കൾ കേട്ടതാണല്ലോ. ഇതൊന്നും ഈ സ്വർണ്ണക്കടത്തും ലഹരിക്കടത്തും ഒന്നും ഒരു തെറ്റാണെന്ന് പറഞ്ഞു പഠിപ്പിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് അത് മതത്തിന് അത് നിഷിദ്ധം അല്ല എന്നതുകൊണ്ടാണോ അങ്ങനെ സംഭവിക്കുന്നതെന്ന സംശയമാണ്. അല്ല, മതപഠനം പഠിപ്പിക്കുന്ന സമയത്ത് ഇത് മാത്രമല്ല, ഒരുപാട് ധാർമ്മികമായ കാര്യങ്ങളാണ് അവിടെ പഠിപ്പിക്കുന്നത്.
അവിടെ സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം, എങ്ങനെയായിരിക്കാം മാനേഴ്സ്, ഇതൊക്കെ പഠിപ്പിക്കുന്നു. അതിൽ ഏറ്റവും ഗുരുതരമായി കാണുന്നതാണ് ലഹരി പദാർത്ഥം ഉപയോഗിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ കള്ളക്കടത്ത്. അന്യമായ വിധത്തിൽ പണസമ്പാദനത്തെ ഇസ്ലാം ഒരു നിലക്കും അംഗീകരിക്കുന്നില്ല. പക്ഷെ കണക്കുകൾ വെച്ച് പരിശോധിക്കുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ അടച്ചാക്ഷേപിച്ചുകൊണ്ട് സമുദായത്തെ പറയേണ്ട ഒരു സാഹചര്യം ഇവിടെ അല്ല. കണക്കുകൾ വെച്ച് കൃത്യമാണ്, നമുക്ക് ബോധ്യമാണ്. ഇവിടെ ജലീൽ പറഞ്ഞതിന്റെ താല്പര്യം ഞാൻ മനസ്സിലാക്കുന്നു. 25-27% കേരളത്തിലെ മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടുത്തെ കുറ്റവാളികളിൽ 1% പോലും മുസ്ലിങ്ങൾ ഉണ്ടാകാൻ പാടില്ല. കാരണം അത്രയേറെ മതപരമായ വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് സമുദായത്തെ ഉത്ബോധിപ്പിക്കുക എന്ന താല്പര്യത്തോടു കൂടി ജലീൽ പറഞ്ഞ പരാമർശമാകാനേ സാധ്യതയുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, ഞാൻ ഇടപെടുകയാണ്. ശ്രീ ടി പി ജയചന്ദ്രൻ, എങ്ങനെയാണ് കാണുന്നത്? ബി.ജെ.പി ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ പല സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലും സംഘപരിവാറിന് വടി കൊടുക്കുകയാണ് ജലീൽ ഇവിടെ ചെയ്തിരിക്കുന്നത് എന്ന രീതിയിലുള്ള പരാമർശങ്ങൾ വരികയാണ്. ജലീലിനെതിരെ അത്തരം വിമർശനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ബി.ജെ.പി ഇതിനെ കാണുന്നത്? ജലീൽ പറഞ്ഞതിൽ സത്യമുണ്ടോ? മഞ്ജുഷേ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി എന്നുള്ള നിലയ്ക്കും എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുകയും എല്ലാ മതങ്ങൾക്കും ഇന്ത്യ രാജ്യത്ത് തത്തുല്യമായ പദവിയും അംഗീകാരവും പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കണം എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകൻ ഭാഗം എന്നുള്ള നിലയ്ക്ക് കുറ്റകൃത്യങ്ങളെ ഏതെങ്കിലും മതങ്ങളുമായി കൂട്ടിക്കെട്ടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഏതെങ്കിലും മതങ്ങളെയോ ആത്മീയ നേതാക്കന്മാരെയോ ആ സമൂഹത്തിൽ ഉണ്ടാകുന്ന കുറ്റകൃത്യങ്ങളുടെ പേരിൽ കുറ്റപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇത് പാർട്ടിയുടെ കൃത്യമായ നിലപാടാണ്. പക്ഷേ ഇവിടെ ചില പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങൾ എന്ന് തോന്നിക്കുന്ന തരത്തിൽ ജലീൽ ചില പരമാർത്ഥങ്ങൾ തികച്ചും സ്വകാര്യമായ ഒരു ഇഫ്താർ വിരുന്നിൽ പറഞ്ഞിരിക്കുന്നു. എന്റെ ഓർമ്മയിൽ വിസ്റ്റം ഗ്രൂപ്പ്, ആ വിസ്റ്റം ഏതാണ് എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ചില വസ്തുതകൾ MDMA, കഞ്ചാവ് കടത്ത് മുതലായ കേസുകൾ പരിശോധിക്കുമ്പോൾ ആ കേസുകളിൽ പ്രതികളാകുന്നവരിൽ ബഹുഭൂരിപക്ഷവും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല, മദ്രസ പഠനം നടത്തിയവരാണ്, ആ നടത്തുന്ന വിഭാഗത്തിൽപ്പെട്ടവരാണ്. ലഹരിക്കടത്ത് തെറ്റല്ല എന്ന് ഒരു ധാരണ പൊതുവിൽ ഈ പ്രതികളായി പിടിക്കപ്പെടുന്നവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. കാരണം അവരെ കുറ്റപ്പെടുത്താനോ നേർവഴിക്ക് നയിക്കാനോ മറ്റെല്ലാ കാര്യങ്ങളിലും ജാഗ്രത പുലർത്തേണ്ട ആളുകളുടെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഇത്തരത്തിൽ സമൂഹത്തിൽ മാറ്റം വന്നാൽ അതൊരു ഇഫ്താർ പാർട്ടിയിൽ അദ്ദേഹം ആ സമൂഹത്തോടാണ് പറയുന്നത്. ഈ തരത്തിലുള്ള ഒരു വലിയ തകരാറ് നമ്മുടെ സമൂഹത്തെ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും യോജിച്ചുകൊണ്ട് ഈ പ്രശ്നത്തിന് നമ്മൾ എതിർക്കേണ്ടതാണ്. ഒരുപക്ഷെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഇതിന്റെ കാരണങ്ങളെക്കുറിച്ച് സമൂഹവും മത ആത്മീയ നേതാക്കന്മാരും പരിശോധിക്കണം. കാരണം കേരളത്തിലെ മദ്രസ വിദ്യാഭ്യാസത്തിന് നാളിതുവരെയുള്ളതിന് ചില ഗതി മാറ്റപ്പെട്ടിട്ടുണ്ടോ എന്ന് ചില സംശയം അദ്ദേഹം ഇന്ന് പുലർത്തുകയാണ്. അതേതാണ്ട് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും അത്തരം വാർത്തകൾ വരുന്നുണ്ട്. കേരളത്തിലെ ഇത്തരം സ്ഥാപനങ്ങളിൽ മറ്റ് ചില ആളുകൾ പിടിമുറുക്കുന്നുണ്ടോ, വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന വിഭിന്നമായി ചില സ്വാധീനങ്ങളിൽ അവർക്ക് പെടേണ്ടി വരുന്നുണ്ടോ, പ്രായണ ഇതര സമൂഹങ്ങളോട് പ്രായണമായി പെരുമാറേണ്ട രൂപത്തിലാണോ പഠിപ്പിക്കുന്നത്, അത്തരത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു പുനഃപരിശോധന അവിടെ ആവശ്യമുണ്ടോ? മതവിദ്യാഭ്യാസം നൽകുന്ന ആളുകൾക്ക് ശ്രോതാക്കൾ അത് കൊടുക്കുന്ന വിലയെക്കുറിച്ചും അദ്ദേഹം സംശയിക്കുന്നു. കാരണം ഇവരെല്ലാവരും ഇതൊരു വ്യാപാരമായി മാറുന്നുവോ എന്ന് അദ്ദേഹം പറയുന്നു. പണത്തിനു വേണ്ടിയാണ് ഈവൻ മലബാറിൽ വയല് എന്ന് പറയുന്ന ഇസ്ലാമിക മതപഠനത്തിനു വേണ്ടി പോകുന്നവർ പണത്തിനു വേണ്ടിയാണ് എന്നും അതിനോട് നീതി പുലർത്തുന്നവരല്ലയോ എന്നുള്ള ഒരു ആശങ്കയാണ് ഇവിടെ അദ്ദേഹം പുലർത്തുന്നത്. മാത്രമല്ല അദ്ദേഹം കൃത്യമായി ചില വസ്തുതകൾ പറയുന്നു. ഇതര സമുദായത്തിൽപ്പെട്ടവർക്ക് ഇത്തരത്തിലുള്ള മതവിദ്യാഭ്യാസമില്ല. പ്രത്യേകിച്ച് നാം പലപ്പോഴും ആരോപിക്കുന്ന ഹിന്ദു സമൂഹം ഏറ്റവും കൂടുതൽ വർഗീയത ആരോപിക്കുന്ന, വർഗീയവൽക്കരിക്കുന്നു എന്ന് കേരളത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, ഒരുപക്ഷെ ഈ ചാനൽ ഒഴികെയുള്ള മറ്റെല്ലാ ഒട്ടുമിക്ക കേരളത്തിലെ ചാനലുകളും ഈ ഫാസിസവും ഈ അസഹിഷ്ണുതയുമൊക്കെ വർഗീയതയുമൊക്കെ ചാർത്തി കൊടുക്കുന്ന ഒരു സമൂഹത്തിന്റെ പേരിൽ അദ്ദേഹം ചില യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറഞ്ഞു. ഞാനും എൻ്റെ അനുഭവത്തിൽ അത് പുലർത്തുന്നു. എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഞാൻ ഇതുവരെ ഒരു മതപാഠശാലയിൽ പോവുകയോ മതപഠനം നടത്തുകയോ ചെയ്തില്ല. എൻ്റെ കുടുംബത്തിൽ ഒരാൾക്ക് പോലും മതവിദ്യാഭ്യാസമോ മതപഠനമോ ആ അർത്ഥത്തിൽ ലഭിച്ചിട്ടില്ല. മറിച്ച് മറ്റ് സഹോദര സമുദായങ്ങളിൽപ്പെട്ടവർക്ക് അത് കൃത്യമായി കിട്ടുന്നു. ഇവിടെ ഒരുപക്ഷെ മുണ്ടുപാലവും ഷക്കീറും ഒക്കെ സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ പരിശീലനം വെച്ച്
ഒരു കുറ്റവാളി പോലും അങ്ങനെ ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. ഞാൻ ആ സമുദായത്തെ ഒറ്റ തിരിഞ്ഞാക്രമിക്കുകയല്ല, പറയുകയല്ല. അങ്ങനെ ഒരു അവസ്ഥ ഒരു സമൂഹത്തിലും ഉണ്ടാവാൻ പാടില്ല. പക്ഷെ ഇവിടെ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നു. പക്ഷെ ഇത് ജലീലല്ല പറഞ്ഞത് എന്ന് വിചാരിക്കുക. PC ജോർജോ ജയചന്ദ്രനോ ആയിരുന്നുവെങ്കിൽ ഇതൊരു പക്ഷേ കേരളത്തിൽ വലിയ 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 ഒരു ചർച്ചയ്ക്ക് തുടക്കം കുറിക്കുമായിരുന്നു. ഇപ്പൊ തന്നെ നമുക്കറിയാം PC ജോർജിനെ കുറിച്ച് അദ്ദേഹം ചേർന്ന പരാമർശങ്ങൾ ചില ആളുകൾ പരാതിയുമായി പോയപ്പോൾ കൂലങ്കഷമായി പരിശോധിക്കുമ്പോൾ അതിനകത്ത് വസ്തുതകളൊന്നുമില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പുറത്തു വന്നിരിക്കുന്നത്. അപ്പൊ ഞാനിവിടെ ചോദിക്കുന്ന ചോദ്യം, ഇത് യാഥാർത്ഥ്യമാണോ അല്ലയോ എന്നുള്ളത് ഞാൻ എന്റെ അനുഭവം കൂടി പറയാം. ജമാഅത്തെ ഇസ്ലാമി ഏതാണ്ട് 10 വർഷങ്ങൾക്ക് മുമ്പ് അവർ അവരുടെ മേഖലാ സമ്മേളനങ്ങളിലൊക്കെ BJ പ്രതിനിധി എന്നെ വിളിക്കാറുണ്ടായിരുന്നു. ഞാൻ ഓർക്കുന്നു, ഞാൻ അവരുടെ ഒരു സമ്മേളനത്തിന് പരസ്യമായിട്ട് ചോദിച്ചു, അല്ല ഞങ്ങൾ ഇതാ ഒരുപക്ഷെ ആ കാര്യമാണ് ഇന്ന് എനിക്ക് ഓർമ്മ വന്നത് ജലീലിന്റെ വാക്കുകൾ കേട്ടപ്പോൾ. ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ മതപഠനത്തിന് വിധേയമായിട്ടില്ല. എന്റെ വിഭാഗത്തിൽപ്പെട്ടവരെ ചെയ്തിട്ട് എനിക്കറിവില്ല. പക്ഷേ സമൂഹത്തിലെ കുറ്റകൃത്യങ്ങൾ പരിശോധിക്കുമ്പോൾ ജനസംഖ്യ അനുപാതികമല്ലയോ നിങ്ങളുടെ ഭാഗത്തുണ്ടാകുന്നത് എന്ന് ഞാൻ സംശയിക്കുന്നു. ചിലപ്പോൾ കണക്കുകൾ വെച്ച് എന്റെ സംശയമാകാം. അത് തന്നെയല്ലേ ജലീൽ പറഞ്ഞതും. ജലീൽ പറഞ്ഞു അത് തന്നെയാണല്ലോ, ജനസംഖ്യാനുപാതികമായി തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ടോട്ടൽ കണക്കല്ല പറയുന്നത്. ടോട്ടൽ കണക്ക് വരുമ്പോൾ തെറ്റാണ്, പക്ഷെ ജനസംഖ്യാനുപാതികമായി നോക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞതിൽ വസ്തുതയുണ്ട് എന്നല്ലേ? അതെ, അവരുടെ അമീർ പങ്കെടുത്തിരുന്നു അന്നത്തെ ആ യോഗത്തിൽ. മഞ്ജുഷേ, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ എന്നോട് ഒരു സഹോദരൻ എന്നുള്ള നിലയ്ക്ക് എന്റെ അഭിപ്രായങ്ങൾ കേൾക്കാൻ വിളിച്ചു വരുത്തിയ സന്മനസ്സിനെ സ്വാഗതം ചെയ്തു ഞാൻ ചോദിക്കുന്നു, ഇതിനൊരു വ്യക്തമായ മറുപടി നിങ്ങളുടെ ഭാഗത്തുണ്ടാകുമോ? എന്നെ തിരിച്ച് എന്റെ വീട്ടിലേക്ക് യാത്ര അയക്കുമ്പോൾ, ഇതൊരു സ്വകാര്യ സംഭാഷണമാണ്, വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ്, അവർ പറഞ്ഞു പലപ്പോഴും ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. ഇതൊക്കെ പഠിപ്പിക്കുന്ന ഞങ്ങൾക്കിടയിൽ എന്തുകൊണ്ടുണ്ടാവുന്നില്ല? അതിനുള്ള ചില ഉത്തരമാണ് ഇന്ന് ജലീൽ പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിൽ കുറ്റങ്ങളാണ്, തെറ്റാണ്, ഇത് ആവർത്തിക്കാൻ പാടില്ല എന്നുള്ള തരത്തിൽ പറയേണ്ടവർ പറയേണ്ട ഗൗരവത്തിൽ പറയുന്നോ എന്ന് അദ്ദേഹം ശങ്കിക്കുന്നു. പറയുന്നില്ല എന്നോ അവർ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ള ആരോപണവും ആക്ഷേപമൊന്നും ഞാൻ ഉന്നയിക്കുന്നില്ല. പക്ഷെ ജലീലിന്റെ വാക്കുകളും അന്ന് എനിക്ക് തോന്നിയ സംശയം എത്തുന്നത്, ഇത്തരത്തിൽ ഒരുപക്ഷെ ഈ സമുദായത്തിൽ ആ സമുദായത്തിലെ എന്താ പറയുക ക്ലർജിമൻ അവരുടെ പൗരോഹിത്വത്തിന് ഹിന്ദു മതത്തിലെ പൗരോഹിത്വത്തിന് ഉള്ളതിനേക്കാൾ സ്വാധീനം ഇസ്ലാം മതത്തിലെ പുരോഹിതന്മാർക്കുണ്ട്. ക്രൈസ്തവ മതത്തിലെ പ്രവർത്തകന്മാർക്ക്, വിശ്വാസികൾക്കിടയിൽ ക്രൈസ്തവ പുരോഹിതന്മാർക്ക് സ്വാധീനമുണ്ട്. പക്ഷെ ഹിന്ദു മതത്തിലെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് എന്റെ മതത്തിന്റെ പൗരോഹിത്വത്തിന് യാതൊരു സ്വാധീനവും ചെലുത്താൻ സാധിക്കില്ല. എന്റെ സ്വയം ബുദ്ധിക്ക് ബോധ്യപ്പെടാതെ ഞാനും അത് അംഗീകരിക്കാൻ തയ്യാറാവില്ല. പക്ഷെ ഇന്ന് അദ്ദേഹം ചോദിച്ച ചോദ്യം എന്താണ്? ഇത്തരത്തിൽ അസന്തുലിതമായി വളർന്നു വരുന്ന ഈ കുറ്റകൃത്യത്തിന്റെ നിരക്കിന് ആ മതത്തിന്റെ പൗരോഹിത്യ നേതൃത്വം, മറ്റു സൂര്യന്റെ കീഴിലുള്ള എല്ലാത്തിനും പ്രതികരിക്കുന്ന നേതൃത്വം, ആ തരത്തിൽ ഗൗരവമായ ഒരു പഠനവും ഒരു ആഹ്വാനവും ഒരു ഓർമ്മപ്പെടുത്തലും അവരുടെ ഭാഗത്ത് ഉണ്ടാവുന്നുണ്ടോ എന്ന് ജലീൽ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഒരുപക്ഷെ ഈ വേദികളിൽ വന്ന് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കാത്തൊന്ന് ന്യായീകരിക്കാം. പക്ഷെ അദ്ദേഹം പറഞ്ഞ ചോദ്യങ്ങൾ കേരളത്തിലെ മാധ്യമ രംഗങ്ങളിൽ നിന്ന് സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ വളരെ സജീവമായ ചർച്ചയാണ്. അത് പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ഉണ്ട്. ശരി, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ശ്രീ ഫക്രുദ്ദീൻ അലി ഇപ്പോൾ ജലീൽ മുമ്പും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ജലീൽ ഈ സ്വർണ്ണക്കടത്തിനെ കുറിച്ചുള്ള സംഭാഷണത്തിനിടയിൽ അദ്ദേഹം പറഞ്ഞ കാര്യമാണ്, ഈ സ്വർണം വിദേശത്ത് നിന്ന് ഇങ്ങോട്ട് ടാക്സ് അടയ്ക്കാതെ കൊണ്ടുവരുന്നത്, അതാണല്ലോ സ്വർണ്ണക്കടത്ത്. അതിൽ ഞങ്ങൾ അധ്വാനിച്ച് കിട്ടിയ പണമാണ്, അത് ടാക്സ് ആയിട്ട് കൊടുക്കുന്നത് എന്തിനാണ് എന്ന് കരുതുന്ന മുസ്ലിം ജനവിഭാഗമുണ്ട് എന്ന്, അതിൽ മതപണ്ഡിതന്മാർ വരെ ഉണ്ട് എന്ന് ജലീൽ പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഹവാലയും അങ്ങനെ തന്നെയാണ്. ഹവാലയായിട്ട് കൊണ്ടുവന്നാൽ പോരെ, ഞങ്ങൾ ബാങ്ക് വഴി എന്തിനാണ് കൊണ്ടുവരുന്നത്, ഞങ്ങൾ അധ്വാനിച്ച പണമല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. അതായത് ഇതൊന്നും ഒരു തെറ്റല്ല എന്ന് മതം കരുതുന്നു എന്നാണ്. അതായത് മതം അങ്ങനെ പഠിപ്പിക്കുന്നില്ല എന്നാണല്ലോ അദ്ദേഹം അർത്ഥമാക്കുന്നത്. അത് വെച്ചുകൊണ്ട് ജലീലിന്റെ ഈ വാക്കുകൾ അത് താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? അതിനെ അത് സത്യമാണെന്ന് കരുതുന്നുണ്ടോ? അല്ല, നമ്മളൊക്കെ ഈ മദ്രസ പഠിച്ചിട്ടുള്ള ആളുകളാണ്. നമ്മളൊന്നും മദ്രസയിൽ നമ്മളെയൊന്നും അങ്ങനെ ആരും പഠിപ്പിച്ചിട്ടില്ല. പിന്നെ ഇങ്ങനെയുള്ള ചിലതൊക്കെ നമ്മൾ കേട്ടതെന്ന് വെച്ചാൽ, ഈ ഖിലാഫത്ത് പുനഃസ്ഥാപിക്കാനും ദേശീയതകളെ തകർക്കാനും വേണ്ടിയിട്ട് സിമി എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ മുമ്പുണ്ടായിരുന്നു. ഇവരാണ് എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ആദ്യമായിട്ട് ഇത്തരം സാധനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അത്തരം കാര്യങ്ങളെയൊക്കെ അതിനെ നേരിട്ട് ആ രീതിയിലല്ല എങ്കിലും എന്താ പറയുക, ഇന്ത്യൻ ജനാധിപത്യത്തോടുള്ള ക്രിറ്റിസിസം, ജനാധിപത്യത്തോടുള്ള ക്രിറ്റിസിസം എന്നൊക്കെ പേരിൽ നമ്മൾ കണ്ടത് മുസ്ലിംസിന്റെ ഇടയിലുള്ള വളരെ ചെറിയ ന്യൂനപക്ഷം എന്നാൽ വലിയ വലിയ ബുദ്ധിജീവികളാണ്. ഈ മുസ്തഫ മുണ്ടുവാനെ പോലും മൂപ്പര അറിയാതെ മൂപ്പര ബുദ്ധിനെ സ്വാധീനിക്കുന്ന പത്രങ്ങളെ കടത്തുന്ന ആളുകളാണ്. മുസ്തഫ മുണ്ടുവാനൊക്കെ അവർക്ക് എതിരാണ്, പക്ഷെ അവർ പോലും അറിയാതെ അവരുടെ ബുദ്ധിനെ ഇതൊക്കെ സ്വാധീനിക്കുന്നുണ്ട്.
അതിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലാതെ നമ്മളെ ഈ സാമ്പ്രദായിക മദ്രസകളിലോ ഒന്നും തന്നെ അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ എങ്ങനെയാണ് ഞാൻ പറയുന്നത്, എന്റെ എപ്പോഴത്തെയും പ്രയോറിറ്റി ഫസ്റ്റ് മൈ കൺട്രി ഇന്ത്യ ആൻഡ് സെക്കൻഡ് മുസ്ലിം. ഇത് രണ്ടിലും കോംപ്രമൈസ് ഇല്ല ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പൊ മുസ്തുവ മുണ്ടുവ പറഞ്ഞാലും ഇപ്പം ഈ പറഞ്ഞ BJPന്റെ മാഷ് പറഞ്ഞാലും എനിക്ക് ഈ രണ്ട് കാര്യത്തിൽ ഒരു കോംപ്രമൈസിൽ എനിക്ക് ഒരു തന്നെ സർട്ടിഫിക്കറ്റും വേണം. അപ്പൊ നമ്മളൊക്കെ ആ നിലപാടിലൊക്കെ നമ്മുടെ കുടുംബാന്തരീക്ഷം, അതുപോലെ തന്നെ ഞാൻ പഠിച്ച സുന്നി മദ്രസയിലാണ്. സുന്നി മദ്രസ ഇപ്പം അത് അന്ന് APEK ഉണ്ടായിരുന്നില്ല, EK വിഭാഗത്തിന്റെ സുന്നി മദ്രസയിലാണ് പഠിപ്പിച്ചത്. അന്ന് അവിടുത്തെ മദ്രസ പഠന രീതികളോടൊക്കെ വലിയ യോജിപ്പുണ്ട ആളെ. ഞാൻ മുസ്ലിയാർ വന്ന് അറബിയിൽ കുറെ ഓത്ത് പഠിപ്പിക്കും, അതിന് അർത്ഥമൊന്നും മര്യാദയ്ക്ക് പറഞ്ഞു തരില്ല, നമ്മൾ വെറുതെ ഓതി പഠിക്കും. പിന്നെ ഞാൻ എന്റെ വീട്ടിൽ സ്പെഷ്യൽ ട്യൂഷനൊക്കെ നടത്തിയിട്ടും എന്റെ വീട്ടിലുള്ള ആളുകൾ എന്നെ ഇൻഡപ്ത് പിന്നെ ഖുർആനും ഹദീസുകളും അതുപോലെ തന്നെ ഇസ്ലാമിക നിയമസംഹിതയൊക്കെ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതർവൈസ് അല്ലാതെ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നില്ല. ഇനി ജലീൽ പറഞ്ഞ കാര്യം, ഇതിപ്പോ മുസ്ലിങ്ങൾ അങ്ങനെ മുസ്ലിംസ് ആണ് കൂടുതൽ ഈ പറഞ്ഞ കള്ളക്കടത്തിന്റെ ഭാഗമായിട്ടുള്ളത്, എസ്പെഷ്യലി മയക്കുമരുന്ന് കള്ളക്കടത്തിന്റെ ഭാഗമായിട്ടുള്ള യാതൊരു തരത്തിലുള്ള എന്താ പറയാ സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് അവൈലബിൾ അല്ല. അപ്പം അങ്ങനെ ഇല്ലാതെ എങ്ങനെയാണ് ആ രീതിയിൽ ഒന്ന് കൊണോട്ട് ചെയ്യാന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്തുകൊണ്ടാണ് ആ രീതിയിൽ അദ്ദേഹം സംസാരിച്ചത് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. ഇപ്പോൾ പണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബഹുഭാര്യാത്തുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിന്റെ ഇടയിലാണെന്ന് ഒരു വിശ്വാസമുണ്ട്. ഞാനൊക്കെ വിശ്വസിച്ചു, കാരണം ഞങ്ങളൊക്കെ ചുറ്റുപാടില്ല, ഇപ്പല്ല, ഞാനത് കണ്ടിരുന്നു മുമ്പ്. പക്ഷെ ആ സച്ചാ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ഒഫീഷ്യൽ രേഖയാണല്ലോ നമ്മൾ കാണുന്നത്. മുസ്ലിം കമ്മ്യൂണിറ്റി അല്ല ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ബഹുഭാര്യാത്തമുള്ളത്, വേറൊരു കമ്മ്യൂണിറ്റിയാണ്. ഞാൻ ആ കമ്മ്യൂണിറ്റിന്റെ പേര് പറഞ്ഞ കമ്മ്യൂണിറ്റി ഒരു മോശം കമ്മ്യൂണിറ്റി ആയെന്ന് എനിക്ക് ധാരണയില്ല. അങ്ങനെ പിന്നെ തെറ്റിദ്ധാരണ ഉണ്ടാവണ്ട എന്നുള്ളത് ഞാൻ കമ്മ്യൂണിറ്റി പേര് പറയുന്നില്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇത്തരം ആളുകൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അത് വളരെ ഒതന്റിക് ആയിട്ടാണ് പറയേണ്ടത്. പിന്നെ അടുത്ത ചോദ്യം എന്ന് വെച്ചാൽ ഇത് എവിടെയാണ് പറഞ്ഞത്? വിസ്റ്റൺ ഗ്രൂപ്പിന്റെ പരിപാടിയില്ല. ബെസ്റ്റ് സ്ഥലമാണ് വിസ്റ്റൺ ഗ്രൂപ്പ്. വിസ്റ്റൺ ഗ്രൂപ്പിന്റെ നേതാവ് എനിക്ക് തോന്നുന്നു, ഇല്ലെങ്കിൽ മുസ്ലിം കൊണ്ടുപോകാൻ അവിടെ ഉണ്ടല്ലോ, ഞാൻ തെറ്റു പറയാൻ തിരുത്തണം. ഞാൻ മനസ്സിലാക്കിയ മുജാഹിദ് വിഭാഗമാണ്. ഈ MM അക്ബറൊക്കെ അതിന്റെ ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ആണെങ്കിൽ ഈ MM അക്ബറിന്റെ ഒക്കെ സഹോദര സമുദായത്തോടുള്ള സ്നേഹം എന്താണ് എന്ന് നമ്മുടെ മാഷിന് ഒട്ടും ഇഷ്ടമില്ലാത്ത സന്ദീപാനന്ദഗിരി സ്വാമികൾ അദ്ദേഹത്തിന്റെ ടോക്ക് പറയുന്നുണ്ട്. ഇവർ ഏത് രീതിയിലാണ് ഇരട്ടത്താപ്പ് കാണിക്കുന്നത്. ഇതിപ്പോ മുസ്തഫ മുണ്ടുവാന്റെ പ്രസ്ഥാനത്തിലൊക്കെ പോയിട്ട് പറഞ്ഞിട്ടുണ്ടാകും കുറച്ചുകൂടെ സത്യസന്ധത ഉണ്ട്. കാരണം അവരൊന്നും ആ രീതിയിലോ നിലപാട് പുലർത്തുന്ന ആളല്ലേ, ഹിന്ദുക്കളെയൊക്കെ തന്നെ സഹോദരങ്ങളായി കരുതുന്ന ആളുകളാണ്. പക്ഷെ ഈ പറഞ്ഞ വിസ്റ്റൺ ഗ്രൂപ്പ് ഏത് രീതിയിലാണ് സഹോദരനായി കാണുന്നതെന്ന് നമ്മുടെ ഇയാള് പറയുന്നുണ്ട്. സന്ദീപാനന്ദഗിരി എന്ന് വെച്ചാൽ RSS അല്ലല്ലോ. അപ്പൊ എവിടെയാന്നുള്ളത്. ഇനി അടുത്ത ചോദ്യം ഈ മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം. അതിൽ എനിക്കൊരു ഷോക്കുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, പൊതുവെ നിങ്ങളിങ്ങനെ മാസ് മർഡർ, മയക്കുമരുന്ന് കള്ളു കുടിച്ച് അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടൊക്കെ മൊത്തം ആളുകളെ തല്ലിക്കൊല്ലുന്ന കേസുകളിലൊന്നും പൊതുവെ മുസ്ലിങ്ങളെ നമ്മൾ കണ്ടിട്ടില്ല. ഇങ്ങനെ പല കൊലക്കേസുകളും കേരളത്തിൽ വന്നിട്ടുണ്ട്. അതിനിടയിൽ മുസ്ലിംസിന് അങ്ങനെ നമ്മൾ അധികം കേട്ടില്ല, വേറെ ചില കമ്മ്യൂണിറ്റീസ് കേട്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് എനിക്ക് തോന്നിയൊരു കാര്യം, ഇസ്ലാമില് എസ്പെഷ്യലി ഈ പറയുന്ന ഒരാൾ കുടുംബത്തില്, ഇപ്പൊ എന്റെയൊക്കെ വീട്ടിൽ തന്നെ നമുക്കറിയാം, ഒരാള് വിഷം കുടിച്ച് മരിച്ച ആളുകൾക്ക് അത്ര വിഷം ഉണ്ടാകില്ല. പക്ഷെ മദ്യപിച്ചു എന്ന് പറഞ്ഞാൽ ഭയങ്കര നാണക്കേടാണത്. അതുപോലെ പലിശ മേടിച്ചു എന്ന് പറഞ്ഞാൽ ഭയങ്കര നാണക്കേടാണ്. അതേപോലെ ആത്മഹത്യ ചെയ്യുക എന്നുള്ളത് ഇസ്ലാമിൽ കൊടിയ കുറ്റമാണ്. മുസ്ലിങ്ങൾക്കിടയിൽ എന്തുകൊണ്ട് ആത്മഹത്യ കുറവാണ്, റേറ്റ് കുറവാണ് എന്ന് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് ഇസ്ലാം മദ്രസകളൊക്കെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്, അള്ളാഹ് തന്ന ജീവൻ നമുക്ക് എടുക്കാനുള്ള അവകാശമില്ല എന്നുള്ളത്. പക്ഷേ അടുത്ത് നടന്ന ചില സംഭവങ്ങൾ നമ്മളെ വളരെയധികം ഞെട്ടിക്കുന്നുണ്ട്. അത് തീർച്ചയായും നമ്മൾ പരിശോധിക്കേണ്ട വിഷയം. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പോൾ മുസ്ലിം വിഭാഗത്തിൽ കൂടുതൽ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു എന്നല്ല അദ്ദേഹം അർത്ഥമാക്കുന്നത്, ഇതിന്റെ ഇടപാടാണ്. അവിടെയാണല്ലോ അദ്ദേഹം പണത്തിന് വേണ്ടിയുള്ള ആർത്തി എന്ന് പറയുന്നത്. അതായത് ഇതിൽ ഇടപാടുകാരായി ക്യാരിയേഴ്സായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അത് സ്വർണ്ണക്കടത്തിന്റെയും ഹവാലയുടെയും കാര്യം വന്ന സമയത്ത് അദ്ദേഹം ഒരു 5 മാസം മുമ്പ് പറഞ്ഞതും ഇതേ കാര്യം തന്നെയാണ്. അപ്പോൾ ജലീൽ തുടർച്ചയായി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ 5 മാസം മുൻപ് അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. ആ സമയത്താണ് മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം വന്നത്. ഹവാല ഇടപാടിലൂടെയും സ്വർണ്ണക്കടത്തിലൂടെയും വരുന്ന പണം ഈ ദേശദ്രോഹ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നു എന്ന രീതിയിലുള്ള ആ ഒരു ഹിന്ദുവിലെ അഭിമുഖമുണ്ടല്ലോ, അത് വലിയ രീതിയിൽ വിവാദമായി മലപ്പുറത്തെ അപകീർത്തിപ്പെടുത്തി എന്നുള്ള ഒരു സംഭവം വന്നപ്പോഴാണ് ജലീലിന്റെ ആ പ്രസ്താവന അതിനോട് ചേർത്ത് വായിച്ചുകൊണ്ട് വന്നത്. അദ്ദേഹം അന്ന് പറഞ്ഞത് മതപണ്ഡിതന്മാർ പോലും ഈ സ്വർണ്ണക്കടത്ത് കുഴപ്പമില്ല എന്ന് പറയുന്നവരും അത് ചെയ്യുന്നവരുമാണ് എന്ന് അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു. പിന്നീട് ചില തിരുത്തലുകൾ അദ്ദേഹം അതിൽ വരുത്തിയതുമാണ്. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. അതിൽ ഈ ഉപയോഗിക്കുന്നവർ എന്ന രീതിയിലല്ല അദ്ദേഹം പറഞ്ഞത്, ഈ ഇടപാടുകാർ, ക്യാരിയേഴ്സ്, പണം ഉണ്ടാക്കുന്നവർ എന്ന രീതിയിലാണ്. ശ്രീ ഫക്രുദ്ദീൻ, അങ്ങനെ ഒരു വ്യത്യാസമില്ലേ അതിൽ?
അല്ല, ഞമ്മക്ക് അറിയാത്ത കാര്യം എന്ന് വെച്ചാൽ മൂപ്പര് ഇന്നും ഇന്നലെ എന്നല്ലല്ലോ. മൂപ്പര് എന്നെ പോലെ അല്ലേ, ഞാൻ കോൺഗ്രസ് കുടുംബത്തിൽ വന്ന മലബാറിൽ കോൺഗ്രസ് മുസ്ലിം കുടുംബം പണ്ട് ഇവരൊക്കെ കാഫിറുകളായി കരുതിയ, പിന്നാണ് ഇവര് അധികാരം കിട്ടിയ സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷമാണ് ഈ കോൺഗ്രസ്സുകാരായ മുസ്ലിങ്ങളായ മൊയ്തു മൗലവി ആണെങ്കിലും എന്റെ പൂപ്പ ആണെങ്കിലും ഇവരൊക്കെ തന്നെ മുസ്ലിംസായി അംഗീകരിച്ചു തുടങ്ങി. അതുകൊണ്ടട്ടെ ജലീൽ അങ്ങനെ കുടുംബത്തിൽ വന്നതല്ലോ. ജലീലിന് മുമ്പ് അറിയില്ലായിരുന്നു, പഠിക്കുന്ന കാലത്ത് അറിയില്ലായിരുന്നു, ലീഗായ സമയത്ത് അറിയില്ലായിരുന്നു, ഇടതുപക്ഷ സഹായത്തിനായിരുന്ന ആദ്യ കാലത്ത് അറിയാം. മൂപ്പർക്ക് എന്താ ഈ വെളിപാടുകളൊക്കെ കഴിഞ്ഞ 3-4 വർഷത്തിനിടയ്ക്കുള്ളൂ. നമ്മൾ സ്കൂൾ പഠിക്കുന്ന കാലം തൊട്ടേ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുസ്ലിം മുണ്ടുവാക്കൊക്കെ അറിയാം. ഞാൻ മൂപ്പര് ഒരുപാട് ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണല്ലോ. എന്തുകൊണ്ടാണ് ഇപ്പം പറയുന്നത്? പിന്നെ പറയാനെടുത്ത വേദിയുമാണ്. അതാണ് എനിക്ക് അതിന്റെ ഒരു ആത്മാർത്ഥതയിൽ ഒരു വലിയ സംശയമുള്ളത്. ഇതിന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഹറാമായ രീതിയിൽ ഉണ്ടാകുന്ന ഏതൊരു രീതി പിന്നെ എന്താണ് സമ്പത്ത് ആർജിക്കുന്ന തെറ്റാണെന്നാണ് ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോ അത് ഈ പറയുന്നത് പോലെ അങ്ങനെ അത് ഇവരുടെ കുട്ടികൾ ഇപ്പൊ ജലീലിനൊക്കെ അറിയുന്ന കുട്ടികളൊക്കെ എനിക്കറിയുന്ന കുട്ടികളായിരിക്കും. ഞാനൊക്കെ അറിയുന്ന മുസ്ലിം കുട്ടികൾ വളരെ സെക്യുലർ ആയിട്ടുള്ള ഒന്നെങ്കിൽ കോൺഗ്രസ്സുകാരുടെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ അല്ലെങ്കിൽ ലീഗുകാരുടെ മക്കളാണ്. അവരൊന്നും ആ രീതിയിൽ ഒരു പ്രശ്നക്കാരായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം ജലീലിന് അറിയുന്ന ചില കുട്ടികളായിരിക്കും അങ്ങനെ ആവുന്നത്. അത് ജലീലിനെ പോലുള്ള ആളുകൾ തന്നെയാണ് പരിഹരിക്കണം. അതിന് മൂപ്പര് മന്ത്രിയും അതുപോലെ തന്നെ MLA-യും എല്ലാം ആയതുകൊണ്ട്, മുമ്പത്തെ ലീഗിന്റെ നേതാവ്, അതിന്റെ വേറെ പലതിന്റെ നേതാവായതുകൊണ്ട് നമ്മളെക്കാട്ടൊക്കെ സ്വാധീനം മൂപ്പർക്ക് ഉണ്ടാവും. അത് മൂപ്പര് നിശബ്ദമായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഒരു കാര്യം, ഇതൊരു മൂപ്പര് ഈ വിസ്റ്റൺ ഗ്രൂപ്പിന്റെ പരിപാടി പറഞ്ഞാൽ മൂപ്പർക്ക് അറിയാം ഇത് പബ്ലിക്കായി പോകും. അപ്പൊ അത് ഏറെ എവിടെ കൊള്ളണമെന്ന് മൂപ്പർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഞാൻ എനിക്ക് മുസ്ലിം നേതൃത്വത്തോട് കാണുമല്ലോ. അല്ല, ജലീലിന്റെ അങ്ങനെയാണെങ്കിൽ ഇത് പറയുന്നതിന് പിന്നിൽ ഇപ്പോൾ മയക്കുമരുന്ന് ഉപയോഗത്തിൽ നിന്ന് മൂപ്പര് ഇതുവരെ മൂപ്പര് ഇതുവരെ ഒന്നും കാണാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. നമുക്ക് അറിയാലോ, കൺസിസ്റ്റന്റ് ആയി പറയുന്ന ആളുകളെ നമുക്ക് ഇപ്പം ഹമീദ് എന്ന മംഗലം എനിക്ക് പല കാര്യത്തിലും വലിയ വിയോജിപ്പുള്ള ആളാണ്. മൂപ്പര് വിശ്വാസിയല്ല, പക്ഷെ അങ്ങനെ കൺസിസ്റ്റന്റ് ആയി ഒരേ കാര്യം പറയുന്നുണ്ട്. അതുപോലെ മുസ്തഫ മുണ്ടുവ അദ്ദേഹം ആരും എനിക്ക് വിയോജിച്ചു. ഞാനിവിടെയൊക്കെ ഞാൻ മുസ്ലിമുമാണ്, അതേസമയം തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ വിയോജിക്കുന്ന ആളുമാണ്. അപ്പം അമീദു അല്ല, മുസ്തഫ മുണ്ടുവാകയല്ല, ഇതിന്റെ ഇടയിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് മുസ്തഫ മുണ്ടുവാകായിട്ട് എനിക്ക് വിയോജിപ്പുണ്ട്. പക്ഷെ ഞങ്ങളെല്ലാം കൺസിസ്റ്റന്റ് ആയിട്ട് ഒരേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഇത് ഈ കൺസിസ്റ്റൻസി ഇല്ലാത്തതാണ് പ്രശ്നം. അവിടെയാണ് നമ്മൾ അതിന്റെ ഉദ്ദേശശുദ്ധിയെ സംശയിക്കുന്നത്. പിന്നെ വേറെ ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, ഈ RSSകാർ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഈ നിങ്ങളിപ്പോ അതിന്റെ പുറത്ത് എന്നെ സംഖ്യ എന്ന് വിളിച്ചാൽ ഐ ജസ്റ്റ് ഡോണ്ട് കെയർ, ഞാനതൊന്നും നോക്കി ജീവിക്കുന്ന ആളല്ല. ഈ RSSകാർക്ക് ഈ മുസ്ലിം വിരോധം ഉണ്ട് എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ RSSന്റെ കേരളത്തിലെ പ്രധാനപ്പെട്ട അന്ന് ഗോപാലൻകുട്ടി ആശ ഞങ്ങളെ നാട്ടുകാരനാണ്, എന്റെ വാപ്പാന്റെ അടുത്ത സുഹൃത്താണ്. അതുപോലെ വേറെ ഇന്ത്യയിലെ വലിയ നേതാവ് സത്സംഗ് ചാലകാണ്. അദ്ദേഹം ഒക്കെ തന്നെ അവർക്ക് ചില ഫണ്ടമെന്റൽ വിഷയങ്ങളുണ്ട്, അത് ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതിൽ അവരുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ അവര് എപ്പോഴാണ് ഈ മുസ്ലിം വിരോധം പിന്നെ ഗുരുജിയുടെ ചില സാധനങ്ങളാണ് കോട്ട് ചെയ്യുക. അതിന്റെ അപ്പുറത്ത് ഇവരെല്ലാം ഇന്ത്യയുടെ ഭാഗമാണെന്നും ഗുരുജി തന്നെ പറയുന്നിട്ടുണ്ട്. നമ്മുടെ സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ട് പോകുന്ന നമ്മുടെ സഹോദരങ്ങളാണെന്ന് ഗുരുജി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ സഹോദരങ്ങൾ എന്ന് വിളിക്കുന്നത് ശരിയാണെങ്കിൽ. അപ്പൊ സത്യത്തിൽ RSS എന്നൊരു ഭൂതത്തെ കാണിച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തെ വഴിതെറ്റിക്കാൻ നോക്കിയാണ് പലരും. അത് തിരിച്ചറിയേണ്ടത് മുണ്ടുപാകാനൊക്കെ പോലുള്ള ആളുകളാണ്. അവരൊക്കെ തന്നെ RSSകാരായിട്ട് സംസാരിച്ച് ആ പ്രശ്നം സോൾവ് ചെയ്യുന്നതായിരിക്കും നന്നാവുക. ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾ കേൾക്കണമെന്നില്ല, എന്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. ശരി, അപ്പോഴും ഈ ജലീലിന്റെ ഇപ്പോഴത്തെ ഉദ്ദേശം എന്താണ് എന്ന കാര്യത്തിൽ അതിലെ ഒരു രാഷ്ട്രീയ ഉദ്ദേശം താങ്കൾ സംശയിക്കുന്നുണ്ടോ? പല ഉദ്ദേശങ്ങളും എനിക്ക് ഉണ്ട്. കാരണം ഇതായത് കൺസിസ്റ്റന്റ് അല്ലാത്തത് കൊണ്ടും എപ്പം പറഞ്ഞു എന്നുള്ളത് കൊണ്ടും ആ പറഞ്ഞ സാഹചര്യത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിന്റെ പ്രത്യേകതകളൊക്കെ കൊണ്ട്. കാരണം ഇത് കൺസിസ്റ്റന്റ് അല്ല, അതാണ് പ്രശ്നം. പറഞ്ഞ കാര്യങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം CPM-ന്റെ ഒരു നയമാറ്റത്തിന് സൂചനകൾ വരുന്നുണ്ടല്ലോ. അതുമായിട്ട് തട്ടിച്ചു നോക്കുന്ന എന്തെങ്കിലും ജലീലിന്റെ ഈ സമീപകാലത്തെ പരാമർശങ്ങളിൽ ഉണ്ടോ? സ്വന്തം സമുദായത്തിനെ തന്നെ പ്രതിരോധത്തിലാക്കുന്ന രീതിയിലുള്ള അദ്ദേഹത്തിന്റെ ഇത്തരം സംസാരങ്ങൾക്ക് ലോക്സഭ ഇലക്ഷൻ അല്ലേ, ലോക്സഭ ഇലക്ഷനിൽ തോൽക്കട്ടെ എന്നാണ് CPM വിചാരിച്ചത്. നാട്ടുകാരുടെ ആന്റി ഇൻകംബൻസി മൊത്തം അങ്ങനെ തീരും. പിന്നെ പഞ്ചായത്ത് നിയമസഭാ ഇലക്ഷനിൽ അനുകൂലമായിട്ടുള്ള തരംഗം ഉണ്ടാക്കുക. അത് പിന്നെ അവരുടെ ലീഡർഷിപ്പിന്റെ കാഞ്ഞ ബുദ്ധിയാണ്. അതല്ല ഇതിന്റെ പ്രശ്നം. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ CPM ഇപ്പം കൂടുതൽ റിയലിസ്റ്റിക് ആയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ CPM മുസ്ലിം ലീഗിനെക്കാട്ടും അതല്ലെങ്കിൽ കോൺഗ്രസിനെക്കാട്ടും ഒക്കെ തന്നെ ഭയങ്കര മുസ്ലിം സ്നേഹം കാണിക്കുന്ന ഒരു പാർട്ടി അടക്കം. അതിന് ഉദാഹരണമായിട്ട് ഹമാസിന്റെ വിഷയം, നമ്മളൊക്കെ പാലസ്തീനികളെ കൂടെയാണ്. പക്ഷെ ഹമാസ് ഈ പറഞ്ഞ നെതന്യാഹുവിന്റെ കയ്യിൽ നിന്ന് അച്ചാരം മേടിച്ചിട്ട് അവിടെ പോയി 100 ജൂതന്മാരെ കൊന്നു പോയ ആളുകളെ തട്ടിക്കൊണ്ടുപോയിട്ട് ഈ പറയുന്നതിന്റെ മാതിരി പിന്നെ ഒരു യുദ്ധം ഇരന്ന് മേടിച്ചിട്ട് ആ ഹമാസിനെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല. പക്ഷെ ഹമാസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ കാര്യം പറഞ്ഞുകൊണ്ട് വലിയ പ്രചാരണം നടത്തിയിരുന്നവര്. അപ്പൊ അതെല്ലാം തന്നെ കൗണ്ടർ പ്രൊഡക്റ്റീവ് ആയി ഇപ്പം മനസ്സിലാവുകയും കൂടുതൽ റിയലിസ്റ്റിക് ആവുകയും ചെയ്തു. CPM അതിന്റെ ഓർജിനൽ നിലപാടിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും കൂടുതൽ റിയലിസ്റ്റിക് ആവുകയും ചെയ്തിരുന്നു. ആ സാഹചര്യത്തിൽ മുമ്പത്തെ പോലെയുള്ള ഇത്തരം വൈകാരികമായ നിലപാടുകൾക്ക് കാര്യമില്ല എന്നുള്ള തിരിച്ചറിവ്
ഈ പാർട്ടിക്കാർക്ക് ഇതിൽ ധാരണയുണ്ട്. പാർട്ടിക്കാർ ചാരി നിൽക്കുന്ന പല ആളുകൾക്ക് തോന്നുന്നുണ്ട്. അതിന്റെ ഒരു പ്രശ്നമാണ് ഇവർക്ക്. പ്രധാനമായിട്ട് ആ പാർട്ടിയിൽ തന്നെയുള്ള ആളല്ലേ നമ്മുടെ ആരിഫ് അത്ര കൃത്യമായി കൺസിസ്റ്റന്റ് ആയ നിലപാടുകൾ എടുത്താൽ പോകുന്നത്. അനാവശ്യമായിട്ട് ഒരു വാക്ക് ആരിഫിന് അറിയോ? ആരിഫ് കൃത്യമായി 5 നേരം നിസ്കരിക്കുകയും പിന്നെ പള്ളിയിൽ പോയി നോമ്പെടുക്കുകയും ചെയ്യുന്ന മുസ്ലിമാണ്. അപ്പൊ ആരിഫ് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാം. ഇതൊന്നും നമ്മൾ കാര്യമാക്കുന്നില്ല. ശരി, ശ്രീ സി കെ ഷാക്കിർ, ഈ CPM-ന്റെ നയമാറ്റത്തിന് അനുകൂലമായ രീതിയിൽ ജലീലിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു രാഷ്ട്രീയ പരാമർശമായിട്ട് താങ്കൾ ഇതിനെ കാണുന്നുണ്ടോ? അതായത് മുസ്ലിം സമുദായത്തെ നേരത്തെ ഈ പ്രീണിപ്പിക്കുന്ന ഒരു നിലപാടിൽ നിന്ന് വിഭിന്നമായിട്ട് ചില കാര്യങ്ങൾ പറയുന്നു. പക്ഷെ അവിടെ സത്യമാണെങ്കിൽ സത്യമായിട്ട് തന്നെ കണക്കാക്കേണ്ടി വരും. ഒന്ന്, ഞാൻ സംസാരിച്ചാൽ പെട്ടെന്ന് ഇടപെട്ട് മറ്റാൾക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് സംസാരിക്കാൻ സമയം അനുവദിക്കുക. എനിക്ക് ഇത് ജലീൽ CPM-ന്റെ നയമായി എനിക്ക് തോന്നുന്നില്ല. മറിച്ച് ജലീലിന്റെ അടവ് നയമാണ്. ജലീലിന്റെ ഉദ്ദേശം ദുരുദ്ദേശമാണ് എന്ന് വ്യക്തമാണ്. മാത്രം അദ്ദേഹം പറഞ്ഞ വസ്തുത തന്നെ നമുക്ക് പരിശോധിക്കാം. ഞാനിപ്പോ ഒരുപാട് കണക്കുകൾ നിങ്ങളിന്ന് ചർച്ചയ്ക്ക് പിടിച്ച് പരിശോധിച്ച് ഇതിന്റെ വസ്തുത മനസ്സിലാക്കണല്ലോ, സത്യസന്ധമായി മനസ്സിലാക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ ലോകത്ത് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന രാജ്യങ്ങൾ 20 എണ്ണം പരിശോധിച്ചപ്പോ ഒരൊറ്റ മുസ്ലിം രാജ്യമില്ല. കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളെല്ലാം അതിലുണ്ട്. അപ്പൊ ജലീലിന്റെ സഹവാസം ഇപ്പോ ഒരു 5-6 വർഷം അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങളായി CPM-മാര് കമ്മ്യൂണിസ്റ്റുകാരുമായിട്ടാണ്. DYFI SFI-കാരൊക്കെയാണ്. സ്വാഭാവികം അദ്ദേഹം കാണുന്നത് കഞ്ചാവ് വിൽക്കുന്നവരെയും ലഹരിക്ക് പിടിക്കുന്നവരെയും അല്ലെങ്കിൽ മദ്യം വ്യാപകമാക്കുന്ന ആളുകളെയൊക്കെയാണ്. സ്വർണ്ണക്കടത്ത് നടത്തുന്ന പിണറായി വിജയനെ പോലെയുള്ള ആളുകൾ അദ്ദേഹത്തിന് കൂടെയുള്ളത്. അപ്പൊ അദ്ദേഹത്തിന് അങ്ങനെ തോന്നുന്നുവെങ്കിൽ അത് അദ്ദേഹത്തിന് കൂടെയുള്ള ആളുകളെ തിരിച്ചറിയും. ഒന്നുകിൽ അദ്ദേഹം ദേശാഭിമാനി മാത്രം വായിക്കുന്നു, അതുകൊണ്ട് ഒരു പക്ഷേ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. അല്ലെങ്കിൽ പൊതുപത്രങ്ങൾ വായിക്കുകയും പൊതുവായി ചാനലിൽ കാണുകയും ചെയ്താൽ എന്താണ് ഈ ലോകത്ത് നടക്കുന്ന അറിയാൻ പറ്റും. നേരത്തെ അവർ പറഞ്ഞതുപോലെ ഇപ്പൊ നിങ്ങൾ ക്രൈം റേറ്റ് എടുക്കുക, ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിൽ ക്രൈം റേറ്റ് എടുക്കുക. ഈ ജനസംഖ്യയിൽ 28-29% കേരളത്തിലെ മുസ്ലിങ്ങളിൽ ഒരു 5% പോലും ക്രൈം റേറ്റിൽ വരുന്നില്ല. നിങ്ങൾ ഓരോ ഞാൻ നേരത്തെ പറഞ്ഞു 580 ആളുകൾ ഈ മാർച്ച് 2-നും മാർച്ച് 12-നും ഇടയ്ക്ക് കേരളത്തിലെ എക്സൈസ് വകുപ്പും പോലീസും നടത്തിയ പരിശോധനയിൽ ലഹരിക്ക് വേണ്ടി മാത്രം ലഹരി വേട്ടയുടെ ഭാഗമായി നടത്തിയ സ്പെഷ്യൽ പരിശോധനയിൽ എന്താ പേര് പറയാ കേരള ക്ലിയർ സ്റ്റേറ്റോ എന്ത് ക്യാമ്പയിൻ ഉണ്ടല്ലോ, ആ ക്യാമ്പയിൻ ഭാഗമായി ഞാൻ കൃത്യമായി കണക്ക് ഗവൺമെന്റ് പുറത്തുവിട്ട കണക്കാ പറയുന്നത്. ആ കണക്കനുസരിച്ചും 10% പോലും ഇസ്ലാം മത വിശ്വാസികൾ നാമധാരികളിൽ. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു മതം എന്ന് പറയുന്നത് വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ജീവിത രീതിയുള്ളവനെയാണ് മതവിശ്വാസി എന്ന് പറയുന്നത്. പേരുകൊണ്ട് ജലീലോ റിയാസോ ഷാക്കിറോ ആയിട്ട് കാര്യമില്ല. അവര് വിശ്വാസികളാവണമെന്നുണ്ടെങ്കിൽ ആ മതം പറയുന്നതിനനുസരിച്ച് ജീവിക്കണം. അത് ഹൈന്ദവ മതമാണെങ്കിലും ക്രൈസ്തവ മതമാണെങ്കിലും ഇസ്ലാം മതമാണെങ്കിലും അല്ലാത്ത ആളുകൾ ചെയ്യുന്നതിന്റെ പാപഭാരം ഏതെങ്കിലും ഒറ്റപ്പെട്ട ആളുകൾ ചെയ്യുന്നതിന്റെ നേരത്തെ പൈസ താല്പര്യം പെട്ടുകൊണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ ദുരുദ്ദേശത്തോടു കൂടിയോ പറയുന്നതിന് ആ സമുദായം എന്തിനാണ് അതിന് കണക്ക് പറയേണ്ടത്? പറയേണ്ട കാര്യമില്ലല്ലോ. അത് പറയേണ്ടത് ആ കുറ്റകൃത്യം ചെയ്യുന്ന ആളുകളെ രാജ്യത്തെ നിയമം അനുസരിച്ച് ശിക്ഷിക്കണം, അവരെ ആ രീതിയിൽ കണക്കാക്കണം. അല്ലെങ്കിൽ തിരക്കിടില്ല. ആ രീതിയിൽ മതത്തിന്റെ ഏതെങ്കിലും സംഘടനാപരമായി പിന്തുണയോ ആ രീതിയിലുള്ള പ്രോത്സാഹനം അവർക്ക് ആരെങ്കിലും കൊടുക്കുകയോ ചെയ്യുകയാണ്. നിങ്ങൾ നോക്ക്, ലോകത്ത് ഏറ്റവും കൂടുതൽ ഇപ്പൊ മയക്കുമരുന്ന് ശിക്ഷ കുറ്റം ചെയ്താൽ അല്ലെങ്കിൽ കടത്തിയാലോ അത് ഉപയോഗിച്ചാലോ വധശിക്ഷ നൽകുന്ന രാജ്യങ്ങളാണ് ഇസ്ലാമിക രാജ്യങ്ങൾ. കൊലക്കുറ്റത്തിന് പോലും കൊലക്കിരയായ ആളുകളുടെ കുടുംബം മാപ്പ് കൊടുത്താൽ അവരെ വെറുതെ വിടുന്ന സാഹചര്യമുണ്ട്. എന്നാൽ ലഹരി കടത്തിന് പിടിക്കപ്പെട്ടാൽ സൗദി അറേബ്യ ആവട്ടെ മറ്റ് ഇസ്ലാമിക ശരീഅത്ത് നിയമമുള്ള രാജ്യമാവട്ടെ വധശിക്ഷയല്ലാത്ത മറ്റൊരു ശിക്ഷയില്ല. അത്ര ഗുരുതരമായി അത് മഹാപാപമാണെന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. അവിടെ ആർക്കാണ് സംശയം? പിന്നെ എവിടുന്നായി ജലീലിന് സംശയം വന്നത്? ജലീൽ ഇപ്പൊ CPM-നകത്താണോ LDF-നകത്താണോ എന്ന് ജലീലിന് സംശയമുണ്ട്. ഇപ്പൊ ഇടത് CPM-ന് സമ്മേളനമൊക്കെ നടന്നപ്പോ ജലീലിന്റെ പേര് നമ്മൾ ആരും കേട്ടിട്ടില്ലല്ലോ. അപ്പൊ അതൊക്കെ കേൾപ്പിക്കാൻ വേണ്ടി ഒരു പുതിയ ശ്രമം ശ്രീ KT ജലീൽ നടത്തിയതാണ്. വസ്തുതാപരമായിട്ടാണെങ്കിൽ നമുക്ക് പരിശോധിക്കാം, നമുക്ക് ആർക്കും കുഴപ്പമില്ല, പരിശോധിക്കാമല്ലോ. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാനൊക്കെ ഇന്ന് ഈ കണക്ക് വിശദമായി പരിശോധിച്ചത്. ആ കണക്ക് പരിശോധിച്ചപ്പോ അങ്ങനെ ഇദ്ദേഹം പറയുന്നത് പോലെ ഒരു എന്താ പറയാ പഠനത്തിന്റെ അർത്ഥശൂന്യതയിലേക്ക് അദ്ദേഹം കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തുകയാണ്. ഇതിന്റെ സിലബസ് മാറ്റണോ എന്ന് പോലും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഇതിനെ സാധൂകരിക്കുന്ന രീതിയിൽ ഇപ്പോൾ സി ഷുക്കൂർ അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. അദ്ദേഹം അഭിഭാഷകൻ അതുപോലെ തന്നെ അഭിനേതാവ് ഒക്കെ ആണല്ലോ. അദ്ദേഹം ഈ സാമൂഹ്യ രംഗത്ത് വളരെയധികം ശ്രദ്ധേയനായ ഒരു വ്യക്തിത്വമാണ്. ഒരു ഇടത് സഹയാത്രികനുമാണ്, CPM സഹയാത്രികനുമാണ്. അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, അതിൽ അദ്ദേഹം ഏതാണ്ട് സമാനമായ രീതിയിൽ തന്നെയാണ് ഈ ജലീലിനോട് ഏതാണ്ട് അടുത്ത് നിൽക്കുന്ന പരാമർശമാണ് നടത്തിയിരിക്കുന്നത്. അദ്ദേഹം ഈ മതപണ്ഡിതന്മാരെയും ഉസ്താദുമാരെയും ഒക്കെയാണ് അദ്ദേഹം അവിടെ അഭിസംബോധന ചെയ്തിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഈ മതസംരക്ഷണ സേനക്കാർ ആരും അവരുടെ പ്രസംഗത്തിൽ MDMA-ക്കെതിരെ പറയുന്നത് കേട്ടിട്ടില്ല. എയർപോർട്ട് വഴി സ്വർണവും സിഗരറ്റും മറ്റു സാധനങ്ങളും ഒളിച്ചു കടത്തുന്നതിനെതിരെ സംസാരിക്കുന്നതും കേട്ടിട്ടില്ല. മദ്രസാധ്യാപകർ കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നതിനെതിരെ പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ടോ? ഇല്ല, അവർ ആരും മിണ്ടില്ല.
ആദരണീയരായ ഉസ്താദുമാരെ, പെണ്ണുങ്ങൾ തലയിൽ തട്ടമിട്ടില്ലെങ്കിലും റീൽസ് എടുക്കുമ്പോൾ ഡാൻസ് കളിച്ചാലും ലിപ്സ്റ്റിക് പുരട്ടി നഖം പോളിഷ് ചെയ്ത് പൗഡറും അത്തറും പൂശി അങ്ങാടിയിൽ നടന്നാലും ഈ ദുനിയാവിലെ കരുണാമയനായ അല്ലാഹുവിന്റെ സൃഷ്ടികളായ മനുഷ്യർക്ക് ഒരു ദോഷവും സംഭവിക്കില്ല. സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യും. എന്നാൽ MDMAയും കഞ്ചാവും മറ്റ് സിന്തറ്റിക് ലഹരി വസ്തുക്കളും ഉപയോഗിക്കുന്നതും വിൽപ്പന നടത്തുന്നതും കൊണ്ടുപോകുന്നതും ദുനിയാവിലെ സകല മനുഷ്യരെയും ബാധിക്കുന്ന കാര്യമാണ്. അതിനാൽ നിങ്ങളുടെ ഫോക്കസ് ഇതിലേക്ക് മാറണം എന്നുള്ളതാണ്. ഇതിനെതിരെ നിങ്ങൾ ശബ്ദമുയർത്തണം എന്നാണ്. അതല്ലേ ശരി? അത് തന്നെയല്ലേ ജലീലും പറഞ്ഞിരിക്കുന്നത്? മഞ്ജുഷ് പറഞ്ഞൊരു കാര്യം തിരുത്തേണ്ടതുണ്ട്. അതായത് മദ്രസ വിദ്യാഭ്യാസത്തിന്റെ അർത്ഥശൂന്യത എന്ന് നിങ്ങൾ പരാമർശിച്ചു. മദ്രസ വിദ്യാഭ്യാസം നിങ്ങൾ നോക്ക്, മലപ്പുറം ജില്ല കേരളത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിം നിങ്ങൾ ജീവിക്കുന്ന ജില്ലയാണ്. നിങ്ങൾ ക്രൈം റേറ്റ് എടുത്തോ, മതസൗഹാർദ്ദത്തിന്റെ കാര്യങ്ങൾ പരിശോധിച്ചോ, എവിടെ ഈ മദ്രസ വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ടാണ് ഈ രീതിയിൽ നമ്മൾ പൊതുവെ പറയാറുണ്ട് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങിയാൽ 100 ജയിലുകൾ അടക്കേണ്ടി വരുമെന്ന്. അതിന് സമാനമായിട്ടുള്ള വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ നടന്നു പോകുന്നു. നിങ്ങൾ ഇപ്പൊ പരാമർശിച്ച ഈ വ്യക്തിയൊക്കെ മദ്രസയിൽ പോകണ്ടേ? അദ്ദേഹത്തിന്റെ സവാസം ഇപ്പൊ കെട്ടി ജലീലും അതുപോലെ തന്നെ CPM-ന്റെ ആളുകളുമായിട്ടാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇത് കേൾക്കുന്നത്. ഞാൻ ഇപ്പൊ ഈ റമദാൻ മാസത്തിൽ ഒരുപാട് പരിപാടികൾക്ക് വൈകുന്നേരങ്ങളിൽ പോകാറുണ്ട്. മിക്കതും ലഹരി വിരുദ്ധ ക്യാമ്പയിനാണ്. അവിടെ ഉസ്താദുമാർ കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മദ്രസയിൽ പറയുന്നുണ്ട് ഇത് ഈ ലഹരിക്ക് സർക്കാർ വേട്ട തുടങ്ങിയപ്പല്ല, മദ്രസയുടെ പാഠപുസ്തകങ്ങളുടെ ഭാഗമായി കൃത്യമായി പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യുന്നതിൽ മുസ്ലിങ്ങൾ കുറയുന്നത്, കൊലപാതകങ്ങളിൽ മുസ്ലിങ്ങൾ കുറയുന്നത് എന്തുകൊണ്ടാണ്, മദ്യപാനികളിൽ മുസ്ലിങ്ങൾ കുറയുന്നത് എന്തുകൊണ്ടാണ്? ഈ മദ്രസയിൽ നിന്ന് ഇവർക്ക് ലഭിക്കുന്ന അറിവ് കൊണ്ടാണ്. അല്ലെങ്കിൽ ജലീൽ തിരുത്തണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടുമോ? ജലീൽ തിരുത്തണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടുമോ? ഈ വിഷയത്തിന്റെ ഗൗരവമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജലീൽ ആ പരാമർശം നടത്തിയത് ഞാൻ മനസ്സിലാക്കുന്നത് മുസ്ലിം സമുദായത്തിൽ 1% പോലും അത്തരം വഴിവിട്ട വിധത്തിൽ നീങ്ങാൻ പാടില്ല എന്ന താല്പര്യത്തോടു കൂടിയാണ്. ബഹുഭൂരിപക്ഷം മുസ്ലിം സമുദായത്തിലൊക്കെ പ്രതികളാണ് എന്ന ധാരണ ഉണ്ടാക്കുന്ന വിധത്തിലല്ല അദ്ദേഹം കാര്യങ്ങൾ. അല്ല, അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട് ധാർമ്മികതയുടെ കാര്യത്തിൽ സഹോദര സമുദായത്തെക്കാൾ താഴെ പോയി എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഹിന്ദു സമുദായത്തിൽ ഇങ്ങനെയല്ല, അവർക്ക് മതപഠനം പോലും കിട്ടുന്നില്ല, എന്നിട്ട് പോലും അത് ധാർമ്മികമായിട്ട് അവർ മുന്നിലാണ് എന്നാണ് പറയുന്നത്. നമ്മൾ അങ്ങനെ ആയിരുന്നില്ല വേണ്ടത് എന്നാണ്. അല്ല, ആനുപാതികമായി മുസ്ലിം സമുദായത്തിൽ നിന്നുകൊണ്ട് അത്ര ഗുരുതരമായ എണ്ണം നമ്മൾ പരിശോധിച്ചാൽ കാണാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതേ സമയത്ത് ജലീൽ ഇവിടെ ഉദ്ദേശിച്ച് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ ആ പ്രസംഗം കേട്ടു, ഞാൻ ഇവിടെ മനസ്സിലാക്കുന്നത് 1% പോലും മുസ്ലിം സമുദായത്തിൽ നിന്നുകൊണ്ട് അത്തരമൊരു കുറ്റകാര്യങ്ങളിൽ ഇടപെടുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. അത് ഇത്രമാത്രം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് മതപ്രബോധനം നടക്കുന്ന മദ്രസകളും സംവിധാനവും നിലനിൽക്കുന്ന രാജ്യത്ത് അത്തരം ഒരു റിസൾട്ട് ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു. അതുകൊണ്ട് തന്നെ സമുദായം അത് സംബന്ധിച്ചുകൊണ്ട് ബോധവാന്മാരാകണം എന്ന താല്പര്യത്തിലാണ് ജലീൽ അക്കാര്യം പരാമർശിച്ചത് എന്നാണ് വസ്തുനിഷ്ഠമായി നമ്മൾ വിശകലനം ചെയ്യുന്ന സമയത്ത് എനിക്ക് ബോധ്യമാകുന്നത്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഈ വിഷയത്തെ മതത്തിന്റെ അതിർത്തി വെച്ചുകൊണ്ടല്ല ചർച്ച ചെയ്യേണ്ടത്. ഞാനിവിടെ BJP-യുടെ പ്രതിനിധിയുടെ അഭിപ്രായത്തോട് 100% യോജിക്കുകയാണ്. അദ്ദേഹം വളരെ കൃത്യമായ അക്കാര്യം ഇവിടെ സൂചിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ചർച്ചയിൽ തുടങ്ങുന്ന സമയത്ത് തന്നെ അദ്ദേഹം അക്കാര്യം പറയുകയുണ്ടായി. ഈ വിഷയത്തിന്റെ ഗൗരവമാണ് നമ്മൾ ചർച്ച. ഇത് പരിഹരിക്കപ്പെടാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അത് മതത്തിന്റെ അല്ല, മതത്തിന്റെ മദ്രസകളിൽ നിന്നുകൊണ്ട് ഈ പറഞ്ഞ കള്ളക്കടത്ത് നടത്താൻ പാടില്ല, ലഹരി ഉപയോഗിക്കാൻ പാടില്ല. വളരെ കണിശമായി 1ാം ക്ലാസ് മുതൽ കുട്ടികൾ മതപഠനം പഠിക്കുന്ന കുട്ടികൾക്ക് ബന്ധപ്പെട്ട ഉസ്താദുമാർ അക്കാര്യം കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ 99% വിദ്യാർത്ഥികൾ മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ കടന്നു വരുന്നവർ തന്നെയാണ്. ആ 1% പോലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അതാണ് ജലീൽ പറഞ്ഞ ഗൗരവം നമ്മൾ കാണേണ്ടത്. അപ്പൊ ഇതൊരു പൊതുവായ വിഷയമായി കണ്ട്, അങ്ങനെയാണെങ്കിൽ TP ജയചന്ദ്രൻ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. ശ്രീ മുസ്തഫ മുണ്ടുപാറ, ഒരു മതത്തെ മുഴുവനായിട്ട് ഒരിക്കലും ആക്ഷേപിക്കാൻ പറ്റില്ല. അത് TP ജയചന്ദ്രനും പറഞ്ഞു, അങ്ങനെ പറയാനേ പറ്റുകയില്ല എന്ന്. അങ്ങനെ പറയുകയുമില്ല. പക്ഷേ അവിടെ ചില നുഴഞ്ഞുകയറ്റം ഉണ്ടായിട്ടുണ്ട് എന്നല്ലേ നിങ്ങളും അത് സംശയിക്കുന്നതാണല്ലോ. അതായത് ഈ പറയുന്ന 3 എലമെന്റും, ഇപ്പോൾ ലഹരിക്കടത്താണെങ്കിലും സ്വർണ്ണക്കടത്താണെങ്കിലും ഹവാലയാണെങ്കിലും അത് എവിടെയാണ് ചെന്നെത്തുന്നത്? ആത്യന്തികമായി അത് തീവ്രവാദത്തിലേക്കാണ് ചെല്ലുന്നത് ആണല്ലോ. അങ്ങനെ വരികയാണെങ്കിൽ അത്തരം ചില ശക്തികളുടെ നുഴഞ്ഞുകയറ്റം ഉണ്ടായിട്ടുണ്ട്. അവരാണ് ഈ പറയുന്ന ആളുകൾ എന്ന് മനസ്സിലാക്കേണ്ടതല്ലേ? അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അത് വസ്തുത നമ്മൾ പഠിച്ചിട്ടേ പറയാൻ പാടുള്ളൂ. ഇത് തെറ്റായ ധാരണ. ഇവിടെ നടത്തുന്ന മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏതാവട്ടെ, സുന്നി പക്ഷത്തിൽ നിന്നുകൊണ്ട് ഞാൻ സമസ്തയെ പ്രതിനിധീകരിക്കുന്ന ഒരാളാണ്. ഏകദേശം 10,000-ലധികം മദ്രസകൾ ഇന്ന് കേരളത്തിൽ സമസ്തയുടേതുണ്ട്. സഹോദര സംഘടനയിൽപ്പെട്ടാൽ മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി അവരൊക്കെ നടത്തുന്ന മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. ഇവിടെയൊന്നും ഈ കള്ളക്കടത്ത് പഠിപ്പിക്കുന്നില്ല. അത് ഓപ്പൺ ആയ സ്പേസിൽ വെച്ചുകൊണ്ടായി മദ്രസ നടത്തുന്നത്. നിങ്ങൾക്ക് ആർക്കും ചെന്ന് പരിശോധിക്കാം.
ഏത് സ്ഥാപനത്തിലും കയറി പരിശോധിക്കാം. അതിന്റെ സിലബസ് നമുക്ക് എല്ലാവർക്കും ലഭ്യമാണ്. നമ്മൾ ബുക്ക് സ്റ്റാളിൽ പോയാൽ അതിന്റെ പാഠപുസ്തകം വാങ്ങാൻ കഴിയും. അതിൽ നിന്ന് കൃത്യമായി നമ്മൾ പഠിച്ചാൽ അവിടെയൊക്കെ പഠിപ്പിക്കുന്നത് ഇത് ലഹരിക്കെതിരെയാണ്, കള്ളക്കടത്തിനെതിരെയാണ്. അനാവശ്യമായി അന്യായമായി ഒരു രൂപ പോലും എടുക്കാൻ പാടില്ലെന്ന് പഠിപ്പിക്കപ്പെടുന്ന ഒരു മതമാനത്തിന്റെ ദർശനത്തിന്റെ പാഠങ്ങളാണ് ഈ പറഞ്ഞ സ്ഥാപനങ്ങളൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഉസ്താദുമാർ അങ്ങനെ തന്നെയാണ്. നേരത്തെ ഷുക്കൂർ വക്കീലിന്റെ ഒരു പരാമർശം അവിടെ പറഞ്ഞു. ഏത് ലോകത്താണോ അദ്ദേഹം എന്ന് എനിക്കറിയില്ല. നമ്മുടെ മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ലഹരി ഉപയോഗിക്കാൻ വേണ്ടി പഠിപ്പിക്കുന്നുണ്ട് എന്നാണോ അദ്ദേഹം ഉദ്ദേശിച്ചത്? കള്ളക്കടത്ത് നടത്തണമെന്ന് പഠിപ്പിക്കുന്നുണ്ടോ എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്? അദ്ദേഹം അങ്ങനെ പറയുന്നുണ്ട് മുസ്തഫ. തെറ്റില്ല എന്നുള്ള ബോധ്യമാണ് ഉള്ളത് എന്നാണ് ആര് പറഞ്ഞു? ജലീൽ പറഞ്ഞു. അതാണ് ഞാൻ ചോദിച്ചത്. ജലീൽ തിരുത്തണമെന്ന് നിങ്ങൾ പറയുമോ എന്ന് ചോദിച്ചത്. അദ്ദേഹം ഒരു അഭിഭാഷകനാണ്. അദ്ദേഹം തുറന്നു പറയട്ടെ, ഷുക്കൂർ വക്കീൽ പറയട്ടെ. ഇവിടെ ഞാൻ ജലീലിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ ജലീലിന്റെ കാര്യമാണ്. ജലീലും പറഞ്ഞതിന്റെ താല്പര്യം ഇതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് സമുദായത്തിന് ഇൻഡോറിലായ സ്വകാര്യമായ ഒരു പരിപാടിയിൽ സമുദായത്തെ ഉദ്ബോധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. അത് ഭൂരിപക്ഷം ആളുകളും ഇംഗ്ലീഷ് എന്നൊരു തെറ്റായ ഒരു മെസ്സേജ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ നിന്ന് എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. അത് വസ്തുതാപരവുമല്ല. ജലീൽ അങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് വസ്തുതാപരമല്ല. സമുദായത്തിൽ 1% പോലും അത് ഉണ്ടാകാൻ പാടില്ല. അതിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തുക എന്നതാണ് ആ പ്രസംഗം കൊണ്ട് ജലീൽ ഉദ്ദേശിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുക. അതാണ് യാഥാർത്ഥ്യം. സമുദായത്തിന്റെ കണക്കെടുപ്പ് ഷാക്കിർ ഇവിടെ കണക്ക് പറഞ്ഞല്ലോ. അത് നമ്മുടെ മുമ്പിലുള്ള നമ്മളാരുണ്ടാക്കിയ കണക്കല്ല, കൃത്യമായി സർക്കാരിന്റെ കണക്ക് വെച്ചുകൊണ്ടാ പറഞ്ഞത്. ഇവിടെ ആത്മഹത്യ നേരത്തെ പറഞ്ഞ വളരെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. മുസ്ലിം സമുദായത്തിൽ എന്തുകൊണ്ട് ആത്മഹത്യയുടെ തോത് കുറയുന്നു? ഇത് നേരത്തെ കോഴിക്കോട് ഡോക്ടർ രാമേന്ദ്ര സാർ ഉണ്ടായിരുന്ന സമയത്ത് ഒരു ആത്മഹത്യാ പ്രതിരോധ കൗൺസിൽ എന്ന പേരിൽ ഒരു സംഘടന ഉണ്ടാക്കിയിരുന്നു. അവര് പഠനം നടത്തി. ആ പഠനം നടത്തിയപ്പോൾ അവർ ആ പത്രസമ്മേളനം നടത്തിയിട്ട് രാമേന്ദ്ര വക്കീൽ ഡോക്ടർ പറഞ്ഞ ഞാൻ ഇത് ഓർക്കുകയാണ്. പത്രത്തിൽ അന്ന് വർഷങ്ങൾക്ക് മുമ്പ് റിപ്പോർട്ട് ചെയ്തത് മുസ്ലിം സമുദായത്തിൽ ആത്മഹത്യാ നിരക്ക് കുറവാണ്. അന്നും ഇന്നും ഇതാണ് അവസ്ഥ. വളരെ കുറഞ്ഞ ആത്മഹത്യാ നിരക്ക് കുറവ്. അത് എന്തുകൊണ്ട് എന്ന ചോദ്യം വന്നു. പത്രക്കാരൻ ചോദിച്ചു. ആ സമയത്ത് അദ്ദേഹം കൊടുത്തൊരു മറുപടിയുണ്ട്. അവർക്കെല്ലാം ഏൽപ്പിക്കാണ്ട് ഒരു കേന്ദ്രമുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലുള്ള അവരുടെ വിശ്വാസമാണ് അതിന്റെ കാരണം എന്ന് അദ്ദേഹം പറഞ്ഞ് വാർത്തയായി വന്ന് വർഷങ്ങൾക്ക് മുമ്പ് വന്നത് വായിച്ച ഞാൻ ഇന്ന് ഓർക്കുകയാണ്. അപ്പൊ മുസ്ലിം സമുദായത്തിനിടയിൽ ആത്മഹത്യാ നിരക്ക് കുറവാണ്, കൊലപാതകങ്ങൾ കുറവാണ്. ഇതൊക്കെ കുറഞ്ഞ് എന്തുകൊണ്ടാണ്? ഈ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം സമുദായത്തിന്റെ ആളുകൾ ഇത്തരമുള്ള കാര്യങ്ങളിൽ കാര്യമായി ഇടപെടുന്നില്ല എന്നതുകൊണ്ട് തന്നെയാണ്. ലഹരിയില്ല, മദ്യപാനം കഴിക്കണം. മദ്യപാനം കാരണത്താൽ കുടുംബം തകർന്ന എത്ര കുടുംബങ്ങളുണ്ട്. അതിൽ എത്ര മുസ്ലിം സമുദായം ഉണ്ടാവും? തുലം തുച്ഛമാണ്. പക്ഷെ അതുകൊണ്ടാകാൻ പാടില്ല. അവിടെയാണ് സമുദായ നേതൃത്വം ഗൗരവപൂർവ്വം വിഷയം കാണേണ്ടത്. ശരി. ശ്രീ ടി പി ജയചന്ദ്രൻ, ഈ ജലീൽ ഒരു ആത്മവിമർശനം എന്ന രീതിയിൽ പറയുമ്പോൾ അങ്ങനെ ആ രീതിയിൽ എടുക്കുന്നില്ല. ഇപ്പോൾ ഇവിടെ സംസാരിച്ച 3 പേരും ജലീലിനെ തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. ശ്രീ ടി പി ജയചന്ദ്രൻ. സ്വാഭാവികമായിട്ടും KT ജലീൽ ഇപ്പൊ ഞാനും ജീവിച്ചിരിക്കുന്നുണ്ട്, ഞാനും പൊതുരംഗത്തുണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടി ചില വെപ്രാളങ്ങൾ അദ്ദേഹം കാണിക്കുന്നുണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അത് ഏറ്റവും കൂടുതൽ സ്വീകരിക്കപ്പെടാനുള്ള സാധ്യത പ്രത്യേകിച്ച് സ്വന്തം സമുദായത്തിനകത്ത് വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോഴാണ് എന്നുള്ള താല്പര്യം അദ്ദേഹത്തിന് ഒരുപക്ഷെ ഉണ്ടായേക്കാം. പക്ഷേ ചില വസ്തുതകളും കൂടി നമ്മൾ കണ്ണടച്ചാതെ കാണേണ്ടതുണ്ട്. നോക്കൂ, എനിക്ക് മുമ്പ് സംസാരിച്ച ഷക്കീറായാലും മുസ്തഫ മുണ്ടുപാലമായാലും പറഞ്ഞൊരു കാര്യമുണ്ട്. നോക്കൂ, ആത്മഹത്യയിൽ ഞങ്ങൾ വളരെ പിന്നോക്കമാണ്. കാരണം ഇസ്ലാമിക മതപണ്ഡിതന്മാർ വളരെ കുഞ്ഞു നാളുകളിൽ തന്നെ കുട്ടികളില് അവർക്ക് ദാനമായി കിട്ടിയ ആത്മാവിനെ നശിപ്പിക്കാനുള്ള അവകാശം അവർക്കില്ല എന്ന് പഠിപ്പിക്കുന്നതോടുകൂടി, അല്ലെങ്കിൽ അവർക്കുള്ള മറ്റുള്ള മരണാനന്തര ജീവിതത്തിൽ അവർക്ക് ലഭിക്കേണ്ട സൗഭാഗ്യങ്ങൾ നഷ്ടപ്പെടും എന്നുള്ള രൂപത്തിൽ ആ സമുദായത്തെ അവർ പരിശീലിപ്പിക്കുന്നത് കൊണ്ട് വളരെ കൃത്യമായിട്ട് അതിന് റിസൾട്ട് ഉണ്ടാകുന്നു. പക്ഷേ ഇന്ന് അതേ കാര്യത്തിൽ നമ്മളൊക്കെ ചില കാര്യങ്ങൾ, വസ്തുതകളും ചില കണക്കുകളും നമ്മൾ പരിശോധിക്കണം. നോക്കൂ, ജലീൽ അദ്ദേഹത്തിന്റെ അധ്യാപകൻ എന്നുള്ള നിലയിലുള്ള അദ്ദേഹത്തിന്റെ അനുഭവങ്ങളും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. അതിനെ നമുക്ക് തള്ളിക്കളയേണ്ടതില്ല. അദ്ദേഹം അധ്യാപകൻ എന്ന നിലയ്ക്ക് അദ്ദേഹം അനുഭവിച്ച ചില നിരീക്ഷണങ്ങളെ തിരസ്കരിക്കാൻ ഒരുപക്ഷെ നമ്മുടെ കയ്യിൽ തെളിവുകളില്ല, അദ്ദേഹം അത് വ്യക്തമാക്കിയിട്ടുമില്ല. പക്ഷെ അനുഭവങ്ങളെ അദ്ദേഹം പറയുന്നത് സത്യസന്ധമാണെങ്കിൽ നമുക്ക് നിഷേധിക്കാൻ സാധിക്കില്ല. പക്ഷെ ആത്മഹത്യയുടെ കാര്യത്തിലുള്ള അതേ കുറവ് ഇതര സമുദായങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ സ്വസമുദായത്തിൽ ഉണ്ടോ എന്ന് ആത്മപരിശോധന നടത്തണം എന്ന് ഒരു വേദിയിൽ പറയുന്നതിന് നമുക്ക് വിമർശിക്കേണ്ടതുണ്ടോ? നോക്കൂ, ഞാൻ കൊടുവള്ളി നിയോജക മണ്ഡലത്തിലാണ് ഞാനൊരു വോട്ടറാണ്.
നോക്കൂ, കുറ്റകൃത്യങ്ങളിൽ കള്ളക്കടത്തിൽ ഒരുപക്ഷെ ജാതീയമായ കണക്കുകൾ നമ്മൾ പറയുന്നത് ശരിയാവാം. പക്ഷെ അതിന് ഗുണഭോക്താക്കളിൽ ഏറ്റവും കൂടുതൽ ആരാണ് എന്നുള്ള ചിന്ത നമുക്ക് വരേണ്ടതുണ്ട്. ഈ MDMA കടത്തുമായി ബന്ധപ്പെട്ട് ഞാൻ അവരെ അടിച്ചാക്ഷേപിക്കുന്നില്ല. പക്ഷെ നോക്കൂ, ഇന്നും ഒരു പെൺകുട്ടി, അവരുടെ പേര് കോമള എന്നാണ്, പക്ഷെ കൂടെയുള്ള 2 പേരുണ്ട്. അവരുടെ നാമമൊന്നും ഞാൻ ഇവിടെ ആവർത്തിക്കുന്നില്ല. പൊതുവിൽ നമ്മൾ ഈ കടത്തുമായി പരിശോധിക്കുമ്പോൾ ഈ ഒരു ബാലൻസ് നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല, കുഴൽപ്പണം, എന്റെ നാടിന്റെ പരിസര പ്രദേശത്തു നിന്നും നിരവധി കുട്ടികൾ ഈ കുഴൽപ്പണക്കടത്തുമായി കേരളം മുഴുവൻ പിടിക്കപ്പെടാറുണ്ട്. അവർ ഒരുപക്ഷെ, ഞാൻ അടിച്ച് അങ്ങനെ പറയുന്നില്ല, ബഹുഭൂരിപക്ഷത്തിനും എന്റെ പ്രദേശവുമായിട്ട് ആ പ്രദേശത്തു നിന്നുമുണ്ട്. നോക്കൂ, എന്തുകൊണ്ട് ഇത് ഉണ്ടാകുന്നു? ഇപ്പൊ നമുക്കറിയാം, ഒരുപക്ഷെ മുസ്തഫ മുണ്ടുപാലത്തെക്കാളും ഷക്കീറിനേക്കാളും ഇതര മതത്തോട് അനുഭാവം പുലർത്തുന്ന അല്ലെങ്കിൽ അതിനെയും അംഗീകരിക്കുന്ന മതപരമായ കാര്യങ്ങളിൽ സഹിഷ്ണുത പുലർത്തുന്ന ആളുകളെ കുറിച്ചല്ല, ഇവരെക്കാൾ തീവ്രവാദം പുലർത്തുന്ന സംഘടനകൾ ഇസ്ലാമിലുണ്ട്. കാരണം അവരുടെ ഭാഷയിൽ ഇവരൊന്നുമല്ല യഥാർത്ഥ മതത്തെ അനുശാസിക്കുന്നതും മതത്തെ അംഗീകരിക്കുന്നവരും. അവർ അവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് അവരുടെ ദൈവമാർഗത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഇന്ത്യയിൽ ലോകമെമ്പാടുമുള്ള തീവ്രവാദ സംഘടനകൾ മറ്റുള്ളവരെ കൂടി ഈ മാർഗത്തിലേക്ക് വരുത്തിയാലേ തങ്ങൾ തൃപ്തരാകൂ എന്ന് പറയുന്ന ആളുകൾക്ക് അവരും ധനാഗമന മാർഗമായി സ്വീകരിക്കുന്നത്, ലോകം സാക്ഷ്യപ്പെടുത്തുന്നത് ഈ മയക്കുമരുന്ന് കള്ളക്കടത്തും ഈ തരത്തിലുള്ള കള്ളക്കടത്തുമാണ്. അവർ പഠിപ്പിക്കുന്നത് എന്താണ്? ഒരുപക്ഷെ ജയിലിൽ ചൂണ്ടിക്കാണിച്ചതാവാം. ഉൽപ്പന്നങ്ങൾ ഹറാമാണോ ഹലാലാണോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഇപ്പൊ ഇസ്ലാമിൽ നിഷിദ്ധമായ ചില ഭക്ഷണ സാധനങ്ങളുണ്ട്, അത് വിൽക്കാൻ അവർ അനുവദിക്കില്ല, അതിനെ അവർ ഹലാലല്ല ഹറാമാണ്, ആ ഉൽപ്പന്നം ഉപയോഗിക്കുന്നതിനെ അവർ എതിർക്കുന്നു. പക്ഷേ അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇത്തരം ഉൽപ്പന്നങ്ങൾ, ഹലാലായ ഉൽപ്പന്നങ്ങൾ ഹലാലല്ലാത്ത മാർഗത്തിലൂടെ കൊണ്ടുവരുന്നതിനോടുള്ള ആ സമൂഹത്തിലെ ഗുണഭോക്താക്കളെയും അവരുടെ വിദ്യാർത്ഥികളെയും മദ്രസാ പഠനത്തിലൂടെയും മറ്റു കാര്യങ്ങളിലെയും പ്രാപ്തമാക്കുന്ന കാര്യത്തിൽ വേണ്ടത്ര ജാഗ്രതയുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. സഭയായിട്ട് കുറ്റകൃത്യങ്ങൾ, സ്വർണ്ണക്കടത്തിന്റെ കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിൽ, കാരിയർമാരാകുന്ന കാര്യത്തിൽ, ഗൾഫിൽ നിന്ന് ടിക്കറ്റ് കിട്ടാതെ നാട്ടിലേക്ക് മടങ്ങുന്നവർ ഉപയോഗപ്പെടുന്ന കാര്യത്തിലൊക്കെ റേഷ്യോ ഒരുപക്ഷെ വ്യത്യസ്തമാവാം. പക്ഷെ ഗുണഭോക്താക്കൾ ആരാണ്? കുഴൽപ്പണത്തിന്റെ കാര്യത്തിൽ കാരിയറായി മാറുന്നവരുടെ എണ്ണത്തിലും അതിന്റെ ഗുണഭോക്താക്കളായ ആളുകളെയും കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകും. മാത്രമല്ല, ഒരു കാര്യം കൂടെ നമ്മൾ കാണും, തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പ്രാമുഖ്യമുള്ള കേന്ദ്രങ്ങളിൽ മയക്കുമരുന്നും സ്വർണ്ണക്കള്ളക്കടത്തും വളരെ കൂടുതലാണ്. നോക്കൂ, കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ തലവൻ ഇരിക്കുന്നതും ഞാൻ നേരത്തെ പറഞ്ഞ കള്ളക്കടത്തും ഏറ്റവും കൂടുതൽ ഈ നിയോജക മണ്ഡലത്തിൽ ഞാൻ ഇന്ന് കാണുന്നത് മയക്കുമരുന്നിന്റെ എതിരായുള്ള പോരാട്ടത്തിന് സമുദായ അടിസ്ഥാനത്തിൽ മഹല്ല് കമ്മിറ്റി അടിസ്ഥാനത്തിൽ തുടക്കം കുറിക്കുന്നതും എന്റെ നിയോജക മണ്ഡലത്തിൽ തന്നെയാണ്. സ്വർണ്ണക്കള്ളക്കടത്തിന്റെ ഗുണഭോക്താക്കളുടെ എണ്ണത്തിന്റെ കാര്യത്തിലും വളരെ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ആനുപാതികമായിട്ട്, പൂർണ്ണമായിട്ടൊരു ആരോപണമായിട്ടല്ല ഞാനിത് പറയുന്നത്. മറിച്ച് ഇവിടെ നിന്ന് തന്നെയാണ് ചില തീവ്രവാദ പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ടിങ് നടത്തുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള സതുദ്ദേശപരമായ മുസ്തഫയുടെയും ഷക്കീറിന്റെയും ഒക്കെ ശബ്ദം നേർത്തുപോകുന്ന തരത്തിൽ തീവ്രവാദ സംഘടനകൾ അവരുടെ പഠനങ്ങളിലും അവരുടെ ട്രെയിനിങ്ങിലും പിടിമുറുക്കപ്പെടുന്നുവോ സമീപകാലങ്ങളിൽ എന്നൊരു ശങ്ക മറ്റുള്ളവർ പങ്കുവെക്കുന്ന കൂട്ടത്തിൽ അത് ജലീലിന്റെ വായി തന്നെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ഞാൻ പോസിറ്റീവായിട്ട് കാണുന്നു. ശരി ശരി ശ്രീ ടി പി ജയചന്ദ്രൻ, ഇപ്പോൾ അഡ്വക്കേറ്റ് സി ഷുക്കൂർ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി ഇവിടെ പരാമർശിച്ചുവല്ലോ, അതുകൊണ്ടാണ് അദ്ദേഹത്തെ ടെലിഫോണിൽ വിളിച്ചത്. ശ്രീ സി ഷുക്കൂർ, കേൾക്കാമോ? താങ്കളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇവിടെ വായിച്ചിരുന്നു, അതുകൊണ്ടാണ് താങ്കളെ ടെലിഫോണിൽ വിളിച്ചത്. ജലീൽ പറഞ്ഞതും താങ്കൾ പറഞ്ഞതും ഒന്ന് തന്നെയാണെന്ന് കരുതിക്കോട്ടെ. അല്ല, ഞാൻ ഉദ്ദേശിച്ചത്, ഞാൻ ഈ MDMA പോലുള്ള മയക്കുമരുന്നുകളും അതുപോലെ കുഴൽപ്പണം, സ്വർണ്ണക്കള്ളക്കടത്ത് തുടങ്ങിയ കാര്യങ്ങളിൽ സമുദായ നേതാക്കൾ കുറെ കൂടി സമുദായത്തെ ഉത്ബോധിപ്പിക്കണം എന്നതായിരുന്നു എന്റെ പോസ്റ്റ്. കാരണം നമ്മുടെ ഈ മുസ്ലിം പണ്ഡിതന്മാരുടെ സോക്കോൾഡ് പ്രസംഗങ്ങൾ ഇഷ്ടം പോലെ സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആണ്. ആ പ്രസംഗങ്ങൾ അവരെ ഒക്കെ ഊന്നുന്നത് സ്ത്രീകളെ നന്നാക്കാൻ വേണ്ടി മാത്രമാണ്. സ്ത്രീകൾ ജോലിക്ക് പോകാൻ പാടില്ല, സ്ത്രീകളുടെ മുടി പുറത്ത് കാണാൻ പാടില്ല, സ്ത്രീകളെ റീൽ ചെയ്യാൻ പാടില്ല, സ്ത്രീകൾ വിധവയായി കഴിഞ്ഞാൽ വീട്ടിൽ ഒതുങ്ങിയിരിക്കണം, സ്ത്രീകൾ നരകത്ത് പോകുന്നതിന് തൊട്ട് കാക്കണം. ഇങ്ങനെ സ്ത്രീകളെ നന്നാക്കുന്ന വലിയ പട തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാൻ കഴിയും. അത് എല്ലാവരും കാണാൻ കഴിയും. അപ്പൊ എനിക്ക് അവരോടുള്ള ഒരു അഭ്യർത്ഥനയായിരുന്നു, ഉസ്താദുമാര് കുറച്ചു കാലം സ്ത്രീകളുടെ കാര്യത്തിൽ മാറി എന്നിട്ട് സമുദായത്തിലെ ചെറുപ്പക്കാര് MDMA പോലുള്ള മയക്കുമരുന്ന് വിതരണത്തിന്റെ എണ്ണത്തിൽ കൂടുന്നതുകൊണ്ട് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കും. എന്റെ അടുത്ത് ഞാൻ പത്രവാർത്ത ബേസ് ചെയ്തിട്ടാണ് ഞാൻ എന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തത്. ഒരു
വാർത്തകൾ പരിശോധിച്ചപ്പോൾ ആ മഹാഭൂരിപക്ഷവും വലിയൊരു വിഭാഗം മുസ്ലിം സമുദായത്തിൽ അവരെ MDM ഹാഷ്ടാഗിൽ MDMA കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പൊ അത് ബേസ് ചെയ്തിട്ട് മാത്രമല്ല, ഞാൻ ആസ് എ പ്രാക്ടീസ് ലോയർ എന്ന നിലയിൽ കാസർഗോട്ടെയും കാഞ്ഞങ്ങാട്ടെയും കോടതികളിൽ വരുന്ന കേസുകൾ എനിക്കറിയാം. അപ്പൊ ഇതിൽ സമുദായത്തിന്റെ അകത്തൊരു ജാഗ്രത വേണം എന്നത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഒരു ആത്മപരിശോധന, സ്വയം വിമർശനം എന്ന നിലയിൽ സമുദായം കുറെ കൂടി റിഫൈൻഡ് ആവേണ്ടത്, ഇതിനെതിരെ കുറച്ചുകൂടി ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ജലീൽ സാറും ബഹുമാനപ്പെട്ട KT ജലീലും അദ്ദേഹം ഉയർത്തിയ കാര്യം, അദ്ദേഹം എനിക്ക് തോന്നുന്ന ഒരു വിസ്ഡം പോലുള്ള ഏതൊരു സംഘടന നടത്തിയ ഇഫ്താർ പാർട്ടിയിൽ അദ്ദേഹം നടത്തിയ പ്രസംഗമാണ്. വളരെ അത് നമ്മൾ ഒരു സെൽഫ് ക്രിറ്റിസിസം എന്ന നിലയിൽ, ആത്മപരിശോധന എന്ന നിലയിൽ അത് ഉപയോഗപ്പെടുത്തേണ്ടതാണ്. നമ്മളിപ്പം ഞാനും ഞാൻ ഒരു മതവിശ്വാസിയാണ്, പള്ളി പോകുന്ന ആളാണ്. അപ്പൊ അതോടൊപ്പം തന്നെ നമ്മൾ സ്വയം വിമർശനത്തിന് വിധേയമാവുകയും നമ്മുടെ ഈ സമൂഹത്തിലെ വലിയ വിഭാഗമാണ് മുസ്ലിം സമുദായം. മുസ്ലിം സമുദായത്തിലെ ആൾക്കാർ ക്രൈമിലെ കൂടുന്നു എന്ന് പറഞ്ഞാൽ സമൂഹത്തിന്റെ എല്ലാവർക്കും അതിന്റെ ബാധകമാണ്. ക്രൈം ആവട്ടെ നല്ല കാര്യമാകട്ടെ, മുസ്ലിം സമുദായം ഒരുപാട് നന്മകൾ ചെയ്യുന്ന സമൂഹമാണ് കേരളത്തിന്റെ സാമൂഹ്യ വളർച്ചയിൽ, സാമ്പത്തിക വളർച്ചയിൽ, തൊഴിലില്ലായ്മ നിർമ്മാർജ്ജനം ചെയ്യുന്നതിൽ, വിദ്യാഭ്യാസ മേഖലയിൽ മുസ്ലിം സമുദായം നൽകുന്ന സംഭാവന വളരെ വളരെ വലുതാണ്. അതോടൊപ്പം ആ സംഭാവനയുടെ എല്ലാ ഗുണങ്ങളും സമൂഹം മുഴുവൻ അനുഭവിക്കുന്നുണ്ട്. അതുപോലെ സമുദായത്തിന്റെ അകത്തു നിന്ന് വരുന്ന ആൾക്കാർ ക്രൈമിൽ ഏർപ്പെടുന്ന സമയത്ത്, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ കൂടി വരുന്ന മയക്കുമരുന്ന് പോലുള്ള ക്രൈമിൽ അകപ്പെടുന്ന സമയത്ത് അത് തിരുത്തുവാനുള്ള ഉത്തരവാദിത്തം സമുദായത്തിനകത്തും ഉണ്ട് എന്ന് പറയാനായി ശ്രമിച്ചത്. അതാണ് എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെ ലക്ഷ്യപ്പെട്ടത്. ശരി, നന്ദി ശ്രീ ഷുക്കൂർ. ശ്രീ ഫക്രുദ്ദീൻ, അപ്പോൾ ഈ ഇദ്ദേഹം പറഞ്ഞതിനെ, ജലീൽ പറഞ്ഞതിനെ ഷുക്കൂർ വക്കീലും അനുകൂലിക്കുകയാണ്. കാരണം ഒരു ആത്മവിമർശനം ഉൾക്കൊള്ളുന്നതാണ് എന്നാണ്, അതായത് സമുദായത്തിന്റെ. പക്ഷെ താങ്കൾക്ക് ആ രീതിയിൽ കാണാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു. എന്നോടാ? അതെ, ഫക്രുദ്ദീൻ എന്നോടാണോ? അല്ല, ഫക്രുദ്ദീൻ, ശ്രീ ഫക്രുദ്ദീൻ. അല്ല, എനിക്കത് ജലീലായതുകൊണ്ടാണ് ഞാനിപ്പം പറഞ്ഞല്ലോ. പിന്നെ ഇത് പറഞ്ഞ മുസ്തഫ മുണ്ട് പറയോ, സാദിഖ് അലി തങ്ങളോ, അതല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മുടെ ഹമീദ് ചെന്നമംഗലൂർ ആണെങ്കിൽ എനിക്കതിൽ സംശയമൊന്നുമില്ല. കാരണം അവർ വളരെ ജെന്യുവനായിട്ട് അവരുടെ വ്യൂ പോയിന്റുകൾ വളരെ കൃത്യമായി പറയുന്ന ആളുകളാണ്. ഇത് അത്തരം പറയേണ്ട സമയത്തും ഒന്നും പറയാതെ ഇപ്പൊ ഒരു പ്രത്യേക ഒരു സാഹചര്യത്തിൽ പറയുന്നതുകൊണ്ടാണ് നമുക്ക് സംശയം. പിന്നെ രണ്ടാമതൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ പറയുന്നതിന്റെ ഹൈന്ദവ സമുദായത്തിലുള്ള കുട്ടികൾ താരതമ്യേന, അത് എനിക്കും എന്റെ കുട്ടിക്കാലത്തെ ഫീൽ ചെയ്തതാണ്. കാരണം ഈ പറയുന്നതിന്റെ ഹൈന്ദവ വിശ്വാസത്തെ വലിയൊരു കാര്യം എന്ന് വെച്ചാൽ, മതപഠനശാലകളിലെ പോലും മഞ്ജുഷിനൊക്കെ അറിയാലോ, വീട്ടുകളിലെല്ലാം മുത്തശ്ശി കഥകളായിട്ടും പഞ്ചതന്ത്രം കഥകളായിട്ടും ഒരുപാട് ധാർമ്മിക പാഠങ്ങൾ. ഞങ്ങളൊക്കെ രാവിലെ എനിക്ക് ഓർമ്മയുണ്ട്, സ്കൂളിൽ പോകുന്നതിന് മുമ്പ് 6 മണിക്കൊക്കെ എണീച്ച് 7 മണിയൊക്കെ മദ്രസയിൽ ഓടിയെത്തി പകുതി ഉറക്കത്തിൽ മദ്രസയിലൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ട്, ഇവരതല്ലാതെ വൈകുന്നേരം മുത്തശ്ശികളല്ല ഈ കഥകൾ പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ ചെയ്ത ഫലമായിട്ട് ഇപ്പൊ മദ്രസ കിട്ടുന്ന ഈ പാഠങ്ങൾ ഇവർ ഇന്റേണലൈസ് ചെയ്യുന്നുണ്ട്. മുസ്ലിംസിന് കിട്ടുന്ന പാഠങ്ങൾക്ക് തുല്യമായ രീതിയിൽ ഹൈന്ദവ ദർശനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പാഠങ്ങൾ അവർ ഇന്റേണലൈസ് ചെയ്യുന്നു ഹിന്ദു കുട്ടികൾ. മഞ്ജുഷിനെ അറിയാം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഞങ്ങളൊക്കെ മതത്തിന്റെ ഒരു വലിയ പ്രശ്നം, ഞങ്ങളുടെ മതം മാത്രമാണ് ശരിയൊന്നും, ഞങ്ങളുടെ ദൈവം മാത്രമാണ് ഒരേ ഒരു ദൈവമൊന്നും, ഞങ്ങളുടെ പ്രവാചകൻ മാത്രമാണ് അവസാനത്തെ പൂർണ്ണ പ്രവാചകൻ, ഞങ്ങളുടെ പുസ്തകം മാത്രമാണ് അവസാനത്തെ കിതാബ് എന്നുള്ള വിശ്വാസമുള്ള ആളുകളെ ഞങ്ങൾ. ഈ എല്ലാം ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമ്മളെന്ന് വരുമ്പോൾ അത് അറിയാതെ ഉണ്ടാകുന്ന ഒരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ട്. അത് പൊതുവെ എന്റെ സമുദായത്തിലും മാത്രമല്ല സെമറ്റിക് മതങ്ങളിൽപ്പെട്ട മറ്റു മതങ്ങളിൽ, ഇപ്പൊ ജൂതമതമാണ്, ക്രിസ്തു മതമാണ്, ഇസ്ലാം മതം ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകൾ. പക്ഷേ ഹിന്ദുസിന്റെ ഇടയിൽ അങ്ങനെ സംഭവമില്ല. ഉള്ളത് കുറച്ച് ബ്രാഹ്മണസിന്റെ ഇടയിൽ, അവരിവിടുത്തെ വലിയൊരു ആ രീതിയിലുള്ള ഒരു വലിയൊരു കമ്മ്യൂണിറ്റി അല്ല. മാത്രമല്ല അവർക്ക് ഈ പറയുന്ന രീതിയിൽ വളരെ സൗമ്യമായി സംസാരിക്കാൻ അറിയാം, ആവശ്യമില്ലാത്ത മതം ഇറക്കില്ല. അപ്പൊ അതിന്റെ ഒരു പ്രോബ്ലം ഉണ്ട്. ആ ഒരു എന്താ പറയാ, നമ്മളാണ് ശരി എന്നുള്ള വല്ലാത്തൊരു കമ്മ്യൂണിസ്റ്റുകാർക്കുണ്ട്, ഞങ്ങളാണ് ശരി എന്നുള്ളൊരു ബോധം കുട്ടി വളരെ ചെറുപ്പത്തിൽ ഉണ്ടാക്കി വെക്കുന്ന ഒരു സ്വഭാവം. അതിന്റെ ഒരു പ്രോബ്ലമാണ് ആ ജലീൽ ആ പറഞ്ഞൊരു പ്രോബ്ലം. അപ്പൊ ഹൈന്ദവ സമൂഹ കമ്മ്യൂണിറ്റി വെച്ചാൽ അത് യാന്ത്രികമായിട്ടുണ്ടായി വന്നൊരു മതമല്ല, വളരെ സ്വാഭാവികമായിട്ട് അത് പാലിയോലിത്തിക് ഏജ്, ആയുധങ്ങൾ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന കാലം തൊട്ടേ ഉണ്ടായി വന്ന, നാച്ചുറലായിട്ട് ഉണ്ടായി വന്നൊരു മതമാണ്. അപ്പൊ അത്രയുള്ള മതത്തിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പ്രത്യേകിച്ച് മദ്രസിന്റെ ഒന്നും ആവശ്യമില്ല. അതാണ് അതിന്റെ വ്യക്തിഗത. ജലീല് ചരിത്ര അധ്യാപനം മൂപ്പർക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ശരി, നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ലഹരിക്കടത്തിൽ മുന്നിൽ മുസ്ലിം സമുദായമെന്ന് KT ജലീൽ യോജിക്കുന്നുണ്ടോ? ജലീലിന്റെ പ്രസ്താവനയോട് യോജിക്കുന്നുവെന്ന് 73% പ്രേക്ഷകർ, ഇല്ല എന്ന് 24%. വേണ്ടിവരെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.